8ാം സങ്കീർത്തനം നമ്മൾ രാവിലത്തെ ഹിന്ദി സർവീസിനും വായിച്ചു, മലയാള സർവീസിനും വായിച്ചു. 8वां भजन संहिता हमने हिंदी और मलयालम में दोनों में पढ़ा. നമ്മളെ പാട്ട് പാടിയതുപോലെ നമ്മളെ ഓർക്കുവാൻ നമുക്ക് എന്ത് യോഗ്യതയാണുള്ളത്. जिस प्रकार हमने गीत गाया, हमें याद करने के लिए हमें क्या നീ योग्यता എന്നെ है. സ്നേഹിപ്പാൻ तू हमें प्रेम करने की, ഞാൻ എന്തുള്ളൂ. ഹല്ലേലൂയ. मैं क्या हूँ प्रभु. നീ എന്നെ സ്നേഹിപ്പാൻ ഞാൻ എന്തുള്ളൂ. ഒന്ന് തയ്യാറായിക്കണോ പാട്ടൊക്കെ പാടാൻ. അതാ ഞാൻ നോക്കിയത്. ഹല്ലേലൂയ. നീ എന്നെ ഓർക്കുവാൻ ഞാൻ എന്തുള്ളൂ. तू मुझे याद करने के लिए मैं क्या हूँ प्रभु. സത്യത്തിൽ നമുക്ക് എന്ത് യോഗ്യതയുള്ളത് അല്ലേ. हमें हकीकत में क्या योग्यता है. 8ാം സങ്കീർത്തനക്കാരനും അതേ ചോദ്യമാണ് ചോദിക്കുന്നത്. भजन संहिता 8 में भी वही सवाल पूछता है. സൃഷ്ടിയെ ഒന്ന് കമ്പയർ ചെയ്താൽ, अगर हम सृष्टि को एक बार मापें, ദൈവത്തിന്റെ സൃഷ്ടി മഹാ അത്ഭുതമാണ് കേട്ടോ. उसका सृष्टि जो है एक चमत्कारिक है. ഇതെല്ലാം തന്നെ ഉണ്ടായെന്നൊന്നും വിശ്വസിക്കാൻ ഞാനൊരു മണ്ടനൊന്നുമല്ല. ये अपने आप हुआ करके विश्वास करने में हम कोई मूर्ख नहीं है. ഇതെല്ലാം തന്നെ ഉണ്ടായെന്ന് പറയുന്നവരുണ്ട്. अपने आप बन गया. कोई लोग कहते हैं ये सब पूरी सृष्टि अपने आप बन गई. ഞാൻ അങ്ങനെ വിശ്വസിക്കാൻ ഞാനൊരു മണ്ടനല്ല. ऐसे विश्वास करने के लिए मैं कोई बेवकूफ नहीं है. കാരണം ഇവിടെ ഒരു ചെറിയ മുട്ടായി പോലും തന്നെ ഉണ്ടാകത്തില്ല. ഉണ്ടായിട്ടുണ്ടോ? यहाँ एक छोटा सा स्वीट्स भी जो होता है वो भी अपने आप से बनता എല്ലാം है. നിർമ്മിക്കാൻ ആരെങ്കിലും വേണം. हर एक चीज को बनाने के लिए कोई ना कोई चाहिए. പണ്ട് വളരെ വലിയ പ്രസിദ്ധനാകുന്ന ശാസ്ത്രജ്ഞനായിരുന്നു തോമസ് ആൽവ എഡിസൺ. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. एक बहुत बड़ा साइंटिस्ट था थॉमस एडिसन. ഈ എഡിസൺ അല്പമൊക്കെ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. वो परमेश्वर में विश्वास करने वाला एक व्यक्ति था. ഒത്തിരി കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുള്ള മനുഷ്യനാണ്. उसने बहुत सारा गवेषण किया है. എഡിസനോട് ഒരു മനുഷ്യൻ ഭയങ്കരമായിട്ട് ആർഗ്യൂ ചെയ്തു. एक व्यक्ति ने उससे बहुत आर्ग्यू किया. നീ ഇത്ര വലിയ ശാസ്ത്രജ്ഞനായിട്ട് നീ ദൈവത്തെ വിശ്വസിക്കുകയാണോ? बोले तू इतना बड़ा साइंटिस्ट होने के बावजूद तू परमेश्वर में विश्वास करते हैं. ഇതെല്ലാം തന്നെ ഉണ്ടായതാണ്. बोले ये सब अपने आप बना है. അപ്പൊ എഡിസന് ഈ ഒരു ദിവസം ഈ മനുഷ്യനെ തന്റെ ലാബോറട്ടറി കൊണ്ടുപോയി. एक दिन एडिसन ने इस व्यक्ति को अपने लैबोरेटरी में ले ലാബോറട്ടറി गया. എല്ലാം കാണിച്ചു. वो लैबोरेटरी पूरा बताया. അത്ഭുതകരമായിരിക്കുന്നു. वो बहुत ही चमत्कारिक था. ഇത്രയും കാര്യങ്ങൾ നീ ഉണ്ടാക്കി തന്നോ? बोले ये सब तूने अपने हाथों से അപ്പൊ बनाया. എഡിസൺ പറഞ്ഞു ഞാൻ ഇതൊന്നും ഉണ്ടാക്കിയില്ല, ഇതെല്ലാം തന്നെ ഉണ്ടായതെന്ന് പറഞ്ഞു. बोले ये सब मैंने नहीं बनाया, ये सब अपने आप बना है. അദ്ദേഹം പറഞ്ഞു ഇതൊന്നും തന്നെ ഉണ്ടാകത്തില്ല, ഇതെല്ലാം നീ ഉണ്ടാക്കിയതെന്ന് പറഞ്ഞു. बोले ये सब अपने आप नहीं बने, सब तूने അപ്പൊ बनाया. എഡിസൺ ആ മനുഷ്യനോട് ചോദിച്ചാൽ ഈ സാധനങ്ങൾ തന്നെ ഉണ്ടാകത്തില്ലെന്ന് നിനക്ക് വിശ്വാസം വരുത്തില്ല, പിന്നെ ഈ ഭൂമിയും ഈ ആകാശവും ഈ ബ്രഹ്മാണ്ടവും ഒക്കെ തന്നെ ഉണ്ടായെന്ന് നിനക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നത്? तो एडिसन ने पूछा अगर तू ये विश्वास करते ये सब अपने आप नहीं बन सकते तो भूमि आकाश सब अपने आप किस प्रकार ഈ बनेगा. പാപിയായ മനുഷ്യന് ये जो पापी इंसान, അവന്റെ പാപത്തിന്റെ കുറ്റബോധത്തെ മറയ്ക്കാൻ ചില ഉപശാന്തികൾ കണ്ടെത്തും. ये जो पापी इंसान जो है अपने पाप को ढकने के लिए कुछ ना कुछ बहाना बनाता है. അവന് വിശുദ്ധനായ ദൈവത്തെ ഇഷ്ടമല്ല. उसे जो पवित्र परमेश्वर पसंद नहीं പാപത്തെ है. പണിഷ് ചെയ്യുന്ന ദൈവത്തെ ഇഷ്ടമല്ല. पाप को दंड देने वाला परमेश्वर को पसंद नहीं അതുകൊണ്ട് करता. അവനെ തന്നെ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടി, इसलिए वो अपने आप को तृप्त करने के लिए, അവനെ തന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടി അവൻ ചെയ്യുന്ന ചില പ്രയോഗങ്ങളാണ് अपने आप को विश्वास करने के लिए वो अपने आप के कुछ पद कहता है ദൈവം ഇല്ല എന്ന് വിശ്വസിച്ചാൽ എളുപ്പമല്ലേ? कि परमेश्वर नहीं है बल्कि विश्वास करो तो आसान है. ഞാൻ ചെയ്യുന്ന തെറ്റുകൾക്ക് ആരോടും കണക്ക് പറയണ്ടായല്ലോ. मैं जो गलती करूं उसका मुझे किसी को हिसाब नहीं देना है. അപ്പോൾ പാപിയായ മനുഷ്യൻ ദൈവത്തെ ഫേസ് ചെയ്യാനുള്ള ഭയം കൊണ്ട് എടുക്കുന്ന ചില പ്രതിരോധങ്ങളിൽ ഒന്നാണ് നിരീശ്വരവാദം എന്ന് പറയുന്നത്. ये जो पापी इंसान परमेश्वर का सामना करने से जो डरता है, उस डर को छुपाने के लिए वो बोलते हैं परमेश्वर नहीं है. മറ്റൊരു പ്രതിരോധമുണ്ട്. दूसरा एक दुनिया है. പാപിയായ മനുഷ്യൻ पापी इंसान പാപിയായ ദൈവത്തെ ക്രിയേറ്റ് ചെയ്തു वो पापी परमेश्वर देवताओं को बनाता है. എന്ന് പറഞ്ഞാൽ उसका अर्थ ദൈവവും പാപം ചെയ്തിട്ടുണ്ട്. कि देवताओं ने भी पाप किया ഞാൻ है. ദൈവങ്ങളുടെ പേര് പറയുന്നില്ല. मैं किसी देवताओं का नाम അതൊക്കെ नहीं ഈ കാലത്ത് कहता. വലിയ പ്രശ്നമാകും. अगर नाम ले तो बहुत समस्या होगा. പക്ഷെ പാപിയായ മനുഷ്യൻ നിർമ്മിച്ച ദൈവങ്ങളുണ്ടല്ലോ, कि लेकिन जो पापी इंसान ने बनाया वो जो देवता है, അവൻ ഒത്തിരി പാപം ചെയ്തിട്ടുണ്ട്. वो उसने बहुत पाप किया है. പാപം ചെയ്യുന്ന ദൈവത്തെ ആരാ സൃഷ്ടിച്ചത്? पाप करने वाले देवताओं को किसने सृष्टि ഇങ്ങനെ किया? സാധാരണ പറയാറുണ്ട്, इस प्रकार कहता है വ്യഭിചാരം ചെയ്യുന്ന മനുഷ്യൻ जो व्यभिचार करने वाला परमेश्वर, വ്യഭിചാരം ചെയ്ത ദൈവത്തെ സൃഷ്ടിച്ചു. व्यभिचार करने वाला देवताओं को बनाया. മോഷ്ടിക്കുന്ന മനുഷ്യൻ, जो चोरी करने वाला इंसान, കള്ളം പറയുന്ന മനുഷ്യൻ, जो झूठ बोलने वाला इंसान, അല്പമൊക്കെ കള്ളം പറയുന്ന ദൈവത്തെ സൃഷ്ടിച്ചു. जो झूठ बोलने वाला देवताओं को बनाया. കാരണം അവന് പറയാൻ ദൈവവും എന്നെ പോലെയാണ്. तो वो कह सकते हैं देवता भी मेरे समान है. മനുഷ്യൻ ഉണ്ടാക്കിയ ഫിലോസഫീസ് ഒക്കെ ഇങ്ങനെ കേട്ടോ. तो इंसान ने बनाया तत्वज्ञान सब इस प्रकार है. അവന്റെ പാപ ജീവിതത്തെ മറയ്ക്കാൻ അവൻ ഇഷ്ടമാണ്. वो अपने पाप के जीवन को ढकना चाहता है. പക്ഷേ സൃഷ്ടിതാവാകുന്ന ദൈവം, लेकिन सृष्टिकर्ता परमेश्वर, ഏക സത്യ ദൈവം, एक सत्य जो परमेश्वर, സകലത്തെ നിർമ്മിച്ച ദൈവം, सबको बनाने वाला परमेश्वर, അവൻ വിശുദ്ധനാണ്.
वो पवित्र है, അവൻ നീതിമാനാണ്, वो न्याय है, അവൻ नीति है, കണക്ക് वो ചോദിക്കുന്നവനാണ്. सवाल पूछने वाला है. ആ ദൈവത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. उस परमेश्वर के बारे में पूछता हूँ. സങ്കീർത്തനക്കാരൻ എന്താ ചോദിച്ചെന്നറിയാമോ? भजन संहिता में क्या पूछा? ദൈവമേ മനുഷ്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്തുള്ളൂ? उस भजन संहिता में पूछा, परमेश्वर तो इंसान को मनन करने के लिए मैं इंसान क्या है? നമ്മൾ എന്താ ഉള്ളത്? ഒന്നുമല്ല. हम क्या है? कुछ भी नहीं है. ഈ ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധനായ വ്യക്തി പോലും इस दुनिया का सबसे प्रसिद्ध जो व्यक्ति है ഒന്നുമല്ല. वो भी कुछ भी नहीं है. ഈ ബ്രഹ്മാണ്ടത്തിന്റെ വലുപ്പമൊക്കെ നമ്മളൊന്ന് മനസ്സിൽ കണ്ടു കഴിഞ്ഞാൽ अगर ब्रह्मांड का जो लंबाई को हम अगर जान पाए, എത്ര വലിയൊരു ഒരു 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 ബ്രഹ്മാണ്ടം അല്ലേ? कितना बड़ा है ये. ഈ വലുപ്പമൊക്കെ നമ്മൾ മനസ്സിൽ കണ്ടു കഴിഞ്ഞാൽ ये जो बड़ाई को अगर अपने मन में देखें, അതിനകത്തൊരു പൊടി പോലും നമ്മൾ ഇല്ല. അത്രയ്ക്ക് ചെറുതാ നമ്മള്. उसमें से क्षण भर का भी नहीं है हम. പക്ഷെ വേദോക്തം പറയുക, लेकिन वचन कहता ആ है ചെറിയ മനുഷ്യനെ वो छोटा सा इंसान को ദൈവം ഓർത്തെന്ന്, इन परमेश्वर ने याद നീ किया. എന്നെ സ്നേഹിപ്പാൻ. परमेश्वर में प्रेम करने के लिए ഇത്ര ചെറിയ നമ്മളെ इतने छोटे हम കർത്താവ് സ്നേഹിച്ചെന്ന്, परमेश्वर ने प्रेम किया. അവിടുന്ന് നമുക്ക് വേണ്ടി തന്റെ ജീവൻ നൽകി. आमीन, हालेलुया. उसने अपने लिए अपना प्राण को दिया. ഈ പാട്ട് എഴുതിയത്, ये जो गाना നീ लिखा, എന്നെ സ്നേഹിപ്പാൻ, എന്റെ കുടുംബത്തെ ഓർക്കാൻ ഞാൻ എന്തുള്ളൂ എന്ന ഈ പാട്ട് എഴുതിയത് ये जो गीत जो लिखा है, സൂസൻ ഷാജി പാലക്കാമണ്ണിലാണ്. സൂസൻ ഷാജി പാലക്കാമണ്ണിൽ सुसन साजी बोल के एक ने നമ്മുടെ ചാനലിൽ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. हमारे चैनल में आके गवाही दिया है. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പഴയ ധാര ഷിപ്പ് അപകടത്തിൽ പണ്ട് ഒത്തിരി ആളുകൾ മരിച്ച ഒരു ഷിപ്പ് അപകടമാണ്. दारा शिप एक जहाज का एक दुर्घटना, उसमें काफी सारे लोग मर गए. സൂസൻ സിസ്റ്ററുടെ മമ്മി കടലിൽ വീണ് മണിക്കൂറുകൾ കടന്നു. ये सुसन सिस्टर का जो माँ है, समुद्र में गिर के काफी घंटे रहा. 2 ദിവസം അവരുടെ സൂസൻ സിസ്റ്ററുടെ ചേട്ടത്തിമാര് 2 കുഞ്ഞുങ്ങൾ വെള്ളത്തിൽ മരിച്ചുപോയി അല്ലേ? उसकी बहन के 2 बच्चे पानी में मर गए. ഈ ആന്റി മണിക്കൂറുകൾ ആ ഗൾഫ് കടലിൽ വീണ് കിടന്നു. वो घंटों उस नदी में पड़े रहा. മീൻ്റെ ഒക്കെ കടി കൊണ്ടില്ലയോ? മീൻ്റെ കാലയിലൊക്കെ മീൻ കടിച്ച് മാംസം കടിച്ച് തിന്നുകൊണ്ട് പോയി. कि मछली सब पैर में से उसके बोलते ना कि गोश्त काट के गया. ആ മമ്മിയെ ദൈവം വിടുവിച്ചു. उस माँ को परमेश्वर ने छुड़ाया. അതിൽ നിന്നുണ്ടായ മകളാ സൂസൻ സിസ്റ്റർ. उसमें से जो बना उत्पन्न हुआ बेटी है सुसन. അവരെഴുതിയ പാട്ടാ, നീ എന്നെ സ്നേഹിപ്പാൻ ഞാൻ എന്തുള്ളൂ. उसने लिखा हुआ गीत है कि तू मुझे प्रेम कर. നമ്മളെ ഓർക്കാൻ നമ്മൾ എന്തുള്ളൂ, നമ്മുടെ കുടുംബം എന്തുള്ളൂ. ഹല്ലേലൂയ. हालेलुया. യോഗ്യതയല്ല കേട്ടോ, योग्यता नहीं ഇന്ന് है. രാവിലെ ഒക്കെ എന്റെ മനസ്സിൽ വരുന്ന ഒരു വാക്യമാണത്. कि सुबह मनन करने वाला क्या बात മനുഷ്യനെ है. നീ ഓർക്കുവാൻ അവൻ എന്തുള്ളൂ. इंसान को तो याद करने के लिए वो കേട്ടോ, क्या है. സങ്കീർത്തനക്കാരന്റെ ചോദ്യം അതാ കേട്ടോ. 8 भजन संहिता में सवाल वो നീ है, സൃഷ്ടിച്ച ചന്ദ്രനെ കണ്ടാൽ എത്ര മനോഹരമാണ്. तूने जो बना चांद कितना നീ खूबसूरत है. സൃഷ്ടിച്ച നക്ഷത്രങ്ങളെ കണ്ടാൽ എത്ര മനോഹരമാണ്. तूने जो सृष्टि किया तारों को कितना खूबसूरत നിന്റെ है. കൈപ്പണിയായ ആകാശം എത്ര മനോഹരമാണ്. तेरे हाथ से जो बना हुआ आकाश कितना मनोहर है. ഇത്രയും മനോഹരമായ സകലത്തെ നീ സൃഷ്ടിച്ചിട്ട് कितना खूबसूरत सब कुछ तू बना के, ഈ മനുഷ്യനെ ഓർക്കുവാൻ അവൻ എന്തുള്ളൂ. ये इंसान को याद करने के लिए वो क्या है. ദൈവമക്കളെ, നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? क्या आपको एक बात पता है, ഭൂമിയിൽ ഒത്തിരി സൃഷ്ടിയുണ്ട്, दुनिया में बहुत सारे सृष्टि പക്ഷെ മനുഷ്യനെ പോലെ ഒരു സൃഷ്ടിയില്ല. आमीन, हालेलुया. इंसान के जैसे एक सृष्टि नहीं है. ഇവിടെ ചരാചരങ്ങളെ കുറിച്ചെല്ലാം ഒരു വിവരണം ആ സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്. यह काफी सारे सृष्टियों के बारे में एक वर्णन करता നീ है. ഉണ്ടാക്കിയ നക്ഷത്രങ്ങൾ, നീ ഉണ്ടാക്കിയ ചന്ദ്രൻ എന്ന് പറയുന്ന ഭൗമിക മണ്ഡലത്തിലെ ഗോളങ്ങളെ കുറിച്ചൊക്കെ ആ സങ്കീർത്തനക്കാരൻ പറയുന്നതിനോടൊപ്പം തന്നെ ये जो भजन संहिता में कहते हैं, जो तूने चांद को बनाया, जो तारों को बनाया, वो सब कहता 7-ാം है. വാക്യത്തിൽ ആടുകൾ, കാളകൾ, ജീവജാലങ്ങളെ കുറിച്ചെല്ലാം ആ സങ്കീർത്തനക്കാരൻ പറയുമ്പോൾ തന്നെ नीचे जाके भेड़ बकरियों के सब के बारे में कहता है. ആകാശത്തിലെ പക്ഷികൾ, आकाश की पक्षियां, സമുദ്രത്തിലെ മത്സ്യങ്ങൾ, समुद्र की मछलियां, ഇതിനെല്ലാം നീ ഉണ്ടാക്കിയത്. इन सबको तूने बनाया. പക്ഷെ അതിന്റെ നടുവിൽ लेकिन उसके बीच में, മനുഷ്യനെ ദൈവം ഓർത്തെന്ന്. उसके बीच में परमेश्वर ने इंसान को याद ഹല്ലേലൂയ. किया. ഒത്തിരി മൃഗങ്ങൾ ഇവിടെയുണ്ട്, यहाँ बहुत सारे जानवर ഒത്തിരി हैं, പക്ഷികൾ ഇവിടെയുണ്ട്, बहुत सारे पक्षियां हैं, സൗന്ദര്യമുള്ളതുണ്ട്, बहुत सारे खूबसूरत हैं, വലുപ്പമുള്ളതുണ്ട്, बड़े हैं. പക്ഷെ മനുഷ്യനെ നീ ഓർത്തെന്ന്. लेकिन इंसान को तूने याद किया. ഇതാ സങ്കീർത്തനക്കാരന്റെ ആ താൻ അവതരിപ്പിക്കുന്ന പ്രമേയം, താൻ അവതരിപ്പിക്കുന്ന തീം അതാണ്. वो ये है कि ये संदेश इसमें से कहना चाहता है, സൃഷ്ടി ഒത്തിരി ഉണ്ടെങ്കിലും सृष्टि बहुत कुछ है, മനുഷ്യനെ ദൈവം ഓർത്തു. लेकिन इंसान को परमेश्वर ने याद किया. മനുഷ്യന്റെ സൃഷ്ടി അത്ഭുതകരമാണ്. इंसान का जो सृष्टि है चमत्कारिक है. ഹല്ലേലൂയ. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. हम जरा ये सोचे, നമ്മൾ ഇരിക്കുന്ന ഈ ഹോള്, ഇതുപോലൊരു ഹോള് പണിത് ഏതെങ്കിലും ഒരു ജീവി താമസിക്കുന്നുണ്ടോ? कोई भी जीवी है क्या, कैसा कुछ हॉल बना क्या रहता है? അതിന് ബുദ്ധിയില്ലേ?
क्या उसको बुद्धि नहीं है? അതിന്റെ ബ്രെയിനും ഒക്കെ ഇതുപോലുള്ള ന്യൂറോൺസ് വെച്ചുണ്ടാക്കിയതല്ലേ. उसका भी बुद्धि जो न्यूरॉन से बना സിസ്റ്റം हुआ എല്ലാം ഒന്നാ കേട്ടോ. ഹാർട്ടൊക്കെ ഏകദേശം ഒരുപോലെ, കരളുണ്ട്, എല്ലാത്തിനകത്ത് സിസ്റ്റം ഒക്കെ ഒരുപോലെ, പക്ഷെ ഫങ്ഷൻ ചെയ്യുന്നത് അതുപോലെ അല്ല. सब में सिस्टम एक ही प्रमाण, लेकिन फंक्शन उस प्रकार नहीं करते. മനുഷ്യനോട് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള റിസംബ്ലൻസ് ഉള്ളതാണ് കുരങ്ങന്മാര്. इंसान से बहुत तालमेल करता है वो है बंदर. മനുഷ്യനെ പോലെ രണ്ട് കൈയും രണ്ട് കാലും ഒക്കെ ഉണ്ട്, इंसान के साथ 2 हाथ 2 पैर सब है, വിരലുകളൊക്കെ ഉണ്ട്, उंगली सब है. പക്ഷെ നിങ്ങൾ എവിടെങ്കിലും കണ്ടിട്ടുണ്ടോ ഒരു കുരങ്ങൻ ഒരു മൊബൈൽ ഉണ്ടാക്കി അതിൽ സന്ദേശം അയക്കുന്നത്? क्या आपने किधर देखा है कि एक जो बंदर जो है एक मोबाइल बना के उसमें ഈ संदेश भेजते കുരങ്ങൻ हैं എല്ലാം ഇമിറ്റേറ്റ് ചെയ്യുന്ന പാർട്ടിയാ. कि जो बंदर जो है सब कुछ जो इमिटेट करता है, ലൈക്ക് ഇമിറ്റേഷൻ എന്ന് പറയും അല്ലേ. कि बंदर जो है सब कुछ इमिटेट करता നമ്മുടെ है. നാട്ടിലൊക്കെ ഇഷ്ടംപോലെ കുരങ്ങന്മാർ വരുന്നുണ്ട്. हमारे गांव में बहुत सारे बंदर आते हैं. നമ്മുടെ ബോംബെ വരുന്നുണ്ട്. മുംബൈ में भी आते हैं. ഞങ്ങളുടെ ജനലെ വരെ കുരങ്ങൻ വലിഞ്ഞു കയറി. ഞാൻ വീഡിയോ എടുത്തൊരു ദിവസം. कि पास्टर का खिड़की में एक बार बंदर आया था, पास्टर वीडियो लिया. നമ്മുടെ അൽഫോൻസ് ആന്റിയുടെ ബെഡ്റൂമിനകത്ത് വരെ കുരങ്ങൻ പണ്ട് കയറി അല്ലെ. ആന്റി വന്ന് ഒരു ദിവസം സാക്ഷി പറഞ്ഞതാ. अल्फोंस आंटी का बेडरूम में एक बार बंदर घुसा. ഞങ്ങളുടെ നാട്ടിലാണെങ്കിൽ ഇപ്പൊ കുരങ്ങന്മാരുടെ ശല്യമാ. गांव में बंदरों की बहुत समस्या है. ഞങ്ങളുടെ നാട്ടില് കഴിഞ്ഞ ഇടയ്ക്ക് ഞാനൊരു അച്ഛനുമായിട്ട് ഇങ്ങനെ ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. पिछले दिनों पास्टर एक भाई से बात कर रहा അവൻ था. പുള്ളി പെട്ടെന്ന് ചോദിച്ചു, കൊണ്ടുപോയി എന്ന് ഫോണിൽ കൂടെ അലിക്കുന്നു. ഞാൻ എന്തോ പറ്റിയച്ചാ? तो उसने पूछा कि क्या लेके गया, लेके तो पूछा क्या? കുരങ്ങൻ വന്നിട്ട് അടുക്കളയിൽ വാങ്ങിച്ചു വെച്ച് 1 പാക്കറ്റ് 1 കിലോയുടെ ഉഴുന്നിന്റെ പാക്കറ്റ് എടുത്തോണ്ട് പോയെന്ന്. कि तो बोला कि जो किचन से वो कुछ जो पैकेट लेके रखा तो ले गया. एक पैकेट उर्दू दाल का एक पैकेट लेके गया. റിലയൻസിൽ നിന്നങ്ങാണ്ട് വാങ്ങിച്ചു വെച്ച ഉറുദു ദാളിന്റെ പാക്കറ്റാ, ഉഴുന്ന് പാക്കറ്റ്. അത് കുരങ്ങൻ എടുത്തോണ്ട് പോയെന്ന്. ഞങ്ങളുടെ നാട്ടിലൊരു അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, ഫോണിൽ പറഞ്ഞു, ഈ മാസം 1000 എണ്ണത്തെ കൂടെ ഇറക്കിയിട്ടുണ്ടെന്ന്. बोला कि ये महीना 1000 को लाया. ഇമ്പോർട്ട് ചെയ്യുക, കുരങ്ങനെ ഇമ്പോർട്ട് ചെയ്യുക നാട്ടിലോട്ട്. गांव में बंदर को इम्पोर्ट ഈ कर. കുരങ്ങൻ ഇതെല്ലാം കണ്ടുപിടിക്കുന്നുണ്ട്. ये सब सीख रहे. പക്ഷെ ഈ കുരങ്ങൻ അവിടെ എങ്ങാനും വീട് വെച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? क्या बंदर ने किधर भी घर बनाया है? കണ്ടുപിടിച്ചില്ലേ മനുഷ്യൻ എങ്ങനെ വീട് വെക്കുന്നത്? क्या उसने सीखा नहीं इंसान कैसे घर बनाता है? അവനെല്ലാം ഇമിറ്റേറ്റ് ചെയ്യുന്നവൻ അല്ലേ. वो सब इमिटेट करता പക്ഷെ है. എവിടെങ്കിലും കുരങ്ങൻ നല്ല ഓടൊക്കെ മേഞ്ഞ നല്ലൊരു വീട് വെച്ച് പാർക്കുന്ന കണ്ടിട്ടുണ്ടോ? क्या आपने कभी देखा है कि बंदर का ഇതെല്ലാം अच्छा घर बन കണ്ടുപിടിച്ചിട്ട് के? പുള്ളി മരത്തിലോട്ട് ചാടി കയറും. ये सब सीखने के बावजूद वो पेड़ पे चढ़ता है. കണ്ടാൽ ഒരുപോലെ ഇരിക്കുന്നേ ഉള്ളൂ. देखिए तो एक ऐसा लगता है. ഹല്ലേലൂയ. സൃഷ്ടിയിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. सृष्टि में बहुत फर्क है. മനുഷ്യനെ ദൈവം വിശേഷമായിട്ടാണ് സൃഷ്ടിച്ചത്. कि इंसान को परमेश्वर ने खास बनाया. അതുകൊണ്ട് ഈ ടെക്നോളജി ഒക്കെ കേട്ടോ, അതുകൊണ്ട് ഈ ടെക്നോളജി ഒക്കെ, इसके लिए ये सब टेक्नोलॉजी है. ഹല്ലേലൂയ. ഈ ടെക്നോളജി ഒക്കെ നമ്മളിങ്ങനെ ഉണ്ടാക്കാൻ പ്രാപ്തരായത് कि ये सब टेक्नोलॉजी हम बना सकते हैं उस प्रकार है. മനുഷ്യ സൃഷ്ടി വിശേഷമായതുകൊണ്ടാണ്. क्योंकि इंसान का जो सृष्टि है एकदम खास और ഇത് अलग है. ശാസ്ത്രത്തിന്റെ വിജയമല്ല. ये जो है वैज्ञानिक का ഇത് विषय नहीं है. സൃഷ്ടിതാവിന്റെ സൃഷ്ടിയുടെ മഹത്വമാണ്. ये सृष्टिकर्ता का सृष्टि का महिमा है. ഹല്ലേലൂയ. ആരണ്ടൊക്കെ ഞാൻ ഈ അടുത്ത സമയത്ത് ആരണ്ട് ഈ യുക്തിവാദികൾക്കെതിരെ സംസാരിച്ചതിന് കുറെ പേര് എന്നോട് പറഞ്ഞു, തെളിവ് വേണം, ദൈവം ഉണ്ടെന്ന് തെളിയിക്കണം എന്ന് പറഞ്ഞു. कि इन दिनों में कुछ लोगों ने पास्टर को पूछा कि परमेश्वर है करके सबूत चाहिए. ദൈവമുണ്ടെന്ന് परमेश्वर है करके തെളിയിക്കണം, सबूत कर साबित करना है. ഹല്ലേലൂയ. ഞാൻ അവരോട് പലരോടും ചോദിച്ചു, ഈ തെളിവെന്ന് പറഞ്ഞാൽ എന്താ, എനിക്കൊന്ന് മനസ്സിലാക്കി തരണം. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് എവിഡൻസ് ഓർ പ്രൂഫ്? उनसे पासवान ने पूछा ये सबूत क्या है? അവർ പലരും പറഞ്ഞു എനിക്ക് സയൻസ് അറിയാത്തോണ്ടാന്ന് പറഞ്ഞു. बोला कि पास्टर आपको साइंस नहीं पता ഈ इसके लिए. പ്രസംഗിക്കുന്ന പലരും 10ാം ക്ലാസ് വരെ സയൻസ് പഠിച്ചിട്ടുള്ളൂ. ये जो प्रचार करने वाले बहुत सारे ദൈവം ഇല്ലെന്ന് പ്രസംഗിക്കുന്ന പലരും 10ാം ക്ലാസ് വരെ സയൻസ് പഠിച്ചിട്ടുള്ളൂ. कि वो लोग बहुत सारे जो परमेश्वर नहीं है പിന്നെ बोलने वाले പ്രസംഗിക്കുന്ന സയൻസ് ഒക്കെ എവിടെ പഠിച്ചതാണെന്ന് അറിയാമോ? फिर जो प्रचार करने वाला साइंस വാട്സപ്പ് യൂണിവേഴ്സിറ്റി പഠിച്ചതാ. ये जो व्हाट्सएप यूनिवर्सिटी से पढ़ा. അങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട് കേട്ടോ. വാട്സപ്പ് യൂണിവേഴ്സിറ്റി പഠിച്ച സയൻസ് അവർ പ്രസംഗിക്കുന്നത്. ദൈവത്തിന്റെ കൃപയാൽ അവർ 10ാം ക്ലാസ് കൊണ്ട് നിർത്തിക്കൽ ഒരു 5 വർഷം കൂടെ സയൻസ് പഠിക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. कि परमेश्वर के पास अगर वो 10वीं तक की साइंस पढ़ा तो पासवान ने 15 ग्रेजुएशन तक किया. എവല്യൂഷൻ എൻ്റെ ഞാൻ ഫൈനൽ ഇയർ പഠിച്ചതിൽ ഒരു പ്രധാന സബ്ജക്റ്റ് ആയിരുന്നു എവല്യൂഷൻ. एवोल्यूशन जो है पास्टर का फाइनल ईयर का പരിണാമവാദം. परिणामवाद. ഹല്ലേലൂയ. എവല്യൂഷൻ ഒരു പ്രധാന സബ്ജക്റ്റ് ആയിരുന്നു. അപ്പൊ ഞാൻ ഇവരോടൊക്കെ ചോദിക്കാറുള്ള ഒരു ചോദ്യം, तो पासवान इन सबसे एक सवाल ഇവർക്ക് पूछता है. ദൈവത്തിന്റെ തെളിവ് വേണം. इनको परमेश्वर का सबूत चाहिए. തെളിവെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? सबूत क्या है? ലാബറട്ടറിയിൽ തെളിയിക്കണം, അതാ തെളിവെന്ന് പറയുന്നത്. जो लैबोरेटरी में सबूत साबित करना वो है सबूत. അത് എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്താൽ അത് അതുപോലെ സംഭവിക്കും. അതിനാ തെളിവെന്ന് പറയുന്നത്. जितने बार भी उसको करे तो वो एक ഞാൻ ही ഈ प्रमाण പരിണാമവാദികളെ निकलेगी. എല്ലാം വെല്ലുവിളിക്കുക. तो उन सबको मैं चुनौती देता हूं എനിക്ക് ഈ ലാബറട്ടറിയിലെ പരിണാമ സിദ്ധാന്തം ഒന്ന് തെളിയിച്ച് കാണിക്കണം. कि जो लैबोरेटरी में इवोल्यूशन जो है वो सबूत എവല്യൂഷൻ എന്ന് പറയുന്ന സംഭവം ലാബറട്ടറിയിൽ നിങ്ങൾക്ക് തെളിയിച്ച് കാണിക്കാൻ പറ്റുമെങ്കിൽ
अगर तुम एवोल्यूशन जो है लैबोरेटरी में तुम साबित कर सकता है, എവല്യൂഷൻ എന്ത് ചെയ്യണം? ലാബറട്ടറി തെളിയിക്കണം അല്ലേ? वो लैबोरेटरी में നിങ്ങൾ എന്നോട് പറഞ്ഞു ദൈവമുണ്ടെന്ന് ലാബറട്ടറി തെളിയിക്കണം എന്ന് പറയുന്നു. आप कहते हैं लैबोरेटरी में साबित करना ही परमेश्वर ഞാൻ है. നിങ്ങളെ വെല്ലുവിളിക്കുകയാ. मैं आपको चुनौती देता हूं. എവല്യൂഷൻ ലാബറട്ടറിയിൽ നിങ്ങൾ തെളിയിച്ചു കാണിക്കണം. एवोल्यूशन जो है लैबोरेटरी में आप साबित അപ്പൊ करो. അവര് പറയും तो वो ഈ എവല്യൂഷന് കോടിക്കണക്കിന് വർഷം എടുക്കുന്നു, तो कहेंगे एवोल्यूशन के लिए करोड़ों साल लगेंगे. തെളിയിക്കാൻ പറ്റത്തില്ലെന്ന്. അപ്പൊ साबित नहीं कर തെളിയിക്കാൻ പറ്റാത്ത ഒരു കാര്യം നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് എന്നോട് പറയാ ദൈവം ഉണ്ടെന്ന് തെളിയിച്ചു തരുവാൻ. ഹല്ലേലൂയ. बोलते ना जो प्रूव नहीं कर सकते वैसे बात को तुम बिलीव कर रहे और मुझे कह रहे परमेश्वर है करके क्या करो? स्थापित करो. ऐसा कैसे हो सकते? അതെങ്ങനെ സംഭവിക്കും? ये कैसे हो सकता है? പക്ഷെ ദൈവം ഉണ്ടെന്നുള്ളത് लेकिन परमेश्वर है कर ഞാൻ എന്റെ ജീവിതത്തിൽ അനുഭവിച്ചറിയുന്നു. मैं अपने जीवन को अनुभव करता हूँ. ഒരു ചെറിയ എക്സാമ്പിൾ പറയാം. एक छोटा सा उदाहरण കഴിഞ്ഞ देता ദിവസം हूँ. ബ്ലസ് സിസ്റ്റർ എനിക്കൊരു മെസ്സേജ് ഇട്ടു. पिछले दिन ब्लेसिंग सिस्टर ബ്ലസ് സിസ്റ്ററിന് ഉണ്ടായ ഒരു അനുഭവം. ബ്ലസ് സിസ്റ്റർ ഇങ്ങനെ ആലോചിക്കുന്ന പാസ്റ്റർ എന്താ പറയാൻ പോകുന്നത്? उनका एक अनुभव. ആ മെസ്സേജ് എന്താണെന്ന് അറിയാം? और मैसेज क्या था? സിസ്റ്റർ വചനം വായിച്ചു കഴിഞ്ഞപ്പോ ब्लेसिंग सिस्टर जब वचन पढ़ा, ഒരു ഭയങ്കര അത്ഭുതം സംഭവിച്ചു. एक बहुत बड़ा चमत्कार हुआ. ഞാൻ ആ മെസ്സേജ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ നോക്കട്ടെ. ഹല്ലേലൂയ. എന്താ മിറക്കിൾ എന്നറിയാമോ? क्या था मिरेकल? താങ്ക് യു ജീസസ്. ബ്ലസ് സിസ്റ്റർ ഒരു ഭാഗം യെശയ്യാവിന്റെ പുസ്തകത്തിൽ നിന്ന് ഒരു ഭാഗം സ്പോണ്ടേനിയസ് ആയിട്ട് തുറന്നു വായിച്ചല്ലേ? कि एशिया की किताब से उसने कुछ पढ़ा. അത് ഹിസ്കിയ രാജാവിന്റെ ജീവിതമായിരുന്നു. वो इसके राजा का जीवन था. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗം തുറന്നപ്പോൾ उसके बाद दूसरा एक भाग जब खोला, രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നിന്ന് राजाओं के किताब में से പിന്നെ ഹിസ്കിയ രാജാവിന്റെ ജീവിതം കിട്ടി. फिर से इसके राजा का അപ്പം മടക്കി വെച്ചു. तो बंद कर दिया. മൂന്നാമത് ഒന്നുകൂടെ തുറന്നപ്പോൾ तीसरी बार वापस से खोला ദിനവൃത്താന്ത പുസ്തകത്തിൽ നിന്ന് कि डिटरमिनी से ഹിസ്കിയ രാജാവിന്റെ ചരിത്രം കിട്ടി. इसके राजा का चरित्र मिला. മൂന്ന് ഭാഗത്തുനിന്ന് ഒരേ ചരിത്രം പൊങ്ങി വരുന്നു. तीनों बाजू से एक ही वचन आ ഇത് रहा है. അടയാളപ്പെടുത്തി വെച്ചതാണോ? ये क्या मार्क ഇത് करके रखा था? സ്പോണ്ടേനിയസ് ഓപ്പൺ ആയി വരികയാണ്. ये स्पॉन्टेनियस ओपन हो रहा था. ഇതെങ്ങനെ സംഭവിക്കുന്നത്? ये कैसे होता है? ഇത് ചാൻസ് ആണോ? ये क्या एक इत्तिफाक है? പ്രോബബിലിറ്റി ആണോ? ये इत्तिफाक है क्या? സാധാരണ ഹല്ലേലൂയ ഈ പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുലാസ് ഉണ്ട്. कि जो इत्तिफाक को कैलकुलेट करने का फॉर्मूला है, അങ്ങനെ ഉണ്ടാകണമെങ്കിൽ എന്താണ് പ്രോബബിലിറ്റി? ऐसा होने का प्रोबेबिलिटी क्या है? പ്രിയമുള്ളവരെ സത്യം പറയാമല്ലോ, हाँ प्रियो, एक सच्चाई कहता ഇതിന് हूँ, ഒരു പ്രോബബിലിറ്റിയും ഇല്ല. इसमें कोई भी രണ്ട് इत्तिफाक വാക്യം नहीं है. ഒരുപോലെ വന്നെങ്കിൽ ഓക്കെ. दो बातें एक മൂന്ന് समय में വാക്യം ഒരുപോലെ സ്പോണ്ടേനിയസ് തുറക്കുമ്പോൾ സെയിം ഭാഗം കിട്ടണമെങ്കിൽ അതിന്റെ പ്രോബബിലിറ്റി അത് 1 ഔട്ട് ഓഫ് എന്താ പറയുന്നത് ലാക്ക് മില്യൺ എന്റെ അകത്ത് ഒരു ചാൻസ് ആണത്. ഹല്ലേലൂയ. अगर तीसरी बार भी वैसे सेम आना है तो बहुत करोड़ों में से एक बार होता ആ है. വചനത്തിലൂടെ ദൈവം സംസാരിക്കുന്നു. उस वचन से परमेश्वर बात करता है. അപ്പോൾ അതിനാണ് പറയുന്നത് നമ്മൾ ദൈവത്തെ അനുഭവിക്കുന്നു. इसके लिए कहते हैं कि परमेश्वर को हम अनुभव ദൈവം करता है. നമുക്കൊരു തോന്നലല്ല, कि परमेश्वर हमारा एक विचार नहीं है. ദൈവത്തെ നമ്മൾ അനുഭവിക്കുന്നു. परमेश्वर को हम अनुभव करते ദൈവ हैं. ശബ്ദം നമ്മൾ കേൾക്കുന്നു. परमेश्वर की आवाज हम ഒരു सुनते हैं. ദിവസം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കാനിരിക്കുകയാ. एक दिन पासवान प्रार्थना ഒരു करने बैठा. വിഷയത്തെ സംബന്ധിച്ച് വേദപുസ്തകം ഇങ്ങനെ തുറന്നു വെച്ച് വായിച്ചുകൊണ്ടിരിക്കുന്ന അവിടെ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കുക, കർത്താവേ എനിക്കൊരു ആൻസർ വേണം. एक विषय के लिए हम प्रार्थना कर रहे थे पासवान, और वचन खोल के रखा था. ഹല്ലേലൂയ. പെട്ടെന്ന് ഞാൻ നോക്കിയപ്പോൾ जल्दी से पासवान ने देखा, അതുവരെ ഹല്ലേലൂയ ഇങ്ങനെ തുറന്നിരുന്ന പുസ്തകം तब तक जो खुला ഫാന്റെ किताब കാറ്റടിച്ചിട്ട് ഇങ്ങനെ മറിയാൻ തുടങ്ങി. फैन का हवा से पलटने लगा. ഇങ്ങനെ സ്പീഡിൽ പറഞ്ഞു പോവാ. कि पेजेस जल्दी ഫാന്റെ കാറ്റടിച്ചിട്ട് കേട്ടോ. फैन की हवा से. ഫാൻ അവിടെ നേരത്തെ കാറ്റടിക്കുന്നുണ്ട്. पंखा का हवा ഞാനിങ്ങനെ पहले भी था. മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചിട്ട് കർത്താവിനോട് സംസാരിക്കണം. पासवान प्रार्थना करते, परमेश्वर बातें कर. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2001 ये 2001 में था. ബൈന്ദറിൽ ഇരുന്നുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. भाईंदर में बैठ के प्रार्थना ബൈന്ദറിലെ സഞ്ജയ് അപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞ ബിൽഡിംഗിൽ ഇരുന്നു കൊണ്ട് भाईंदर में संजय अपार्टमेंट എന്റെ ശുശ്രൂഷയുടെ അടുത്ത സ്റ്റെപ്പ് എന്തെന്നറിയാനാ പ്രാർത്ഥിക്കുന്നത്. कि सेवा का अगला कदम क्या जानने के लिए. കർത്താവേ ആകെ 4 പുറത്തും എന്താ പറഞ്ഞ ശത്രു ഇങ്ങനെ വഴി അടച്ചു വെച്ചേക്കുക. कि चारों बाजू से शत्रु ने ശുശ്രൂഷയിൽ ഒരു സന്തോഷവും ഇല്ല. सेवका में कोई आनंद नहीं. കർത്താവേ എന്നോട് നീ സംസാരിക്കണം. परमेश्वर मुझसे तू बातें कर. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ऐसे जब प्रार्थना किया, എന്റെ മുമ്പിൽ തുറന്നു വെച്ച ബൈബിൾ पासवान के सामने ഞാൻ खुला वचन, വായിലിരുന്ന് പ്രാർത്ഥിക്കുന്നു. चटाई पे बैठ के प्रार्थना कर കസേര रहे. ഇല്ലാത്തോണ്ടാ കേട്ടോ, അന്നത്തെ ജീവിതാവസ്ഥ അതായിരുന്നു. ഹല്ലേലൂയ. कुर्सी नहीं था. കർത്താവ്
കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. परमेश्वर को धन्यवाद देता ജീവിതത്തിൽ എത്ര സാഹചര്യങ്ങൾ നമ്മളൊക്കെ അനുഭവിച്ചിട്ടുണ്ട് അല്ലേ? हूं। कैसे ऐसे अवस्था हमने जीवन में धारण किया है। 5 രൂപയ്ക്ക് വേണ്ടി അന്വേഷിച്ചിട്ടുണ്ട്. जैसे बहन ने कहा 5 रुपया दूर ഇന്ന് रहा ഞാൻ था। കർത്താവിനോട് ചോദിക്കും, കർത്താവ് എന്തിനാ ഇത്രയും അനുഗ്രഹം എനിക്ക് തരുന്നത്? ഹല്ലേലൂയ. उसने परमेश्वर को വേണ്ടാന്ന് आशीष പറയുന്നതോട് കൂടുതൽ അനുഗ്രഹിക്കുക കർത്താവ്. नहीं चाहिए बोलते हुए ज्यादा आशीष करता അത് है। യോഗ്യത കൊണ്ടൊന്നും അല്ല കേട്ടോ. ये योग्यता से नहीं है। അനുഭവിച്ചൊരു കാലം നമുക്കെല്ലാം ഉണ്ട്. कि ऐसे अनुभव किया एक जमाना हम सबको है। ഹല്ലേലൂയ. അനുഭവങ്ങളൊന്നും പറയാൻ ഞാൻ പോകുന്നില്ല. वो अनुभव बोलने नहीं അപ്പൊ जाऊंगा। നിലത്ത് ഒരു പായൊക്കെ വിരിച്ച് ഞാനിരുന്ന് പ്രാർത്ഥിക്കുക. चटाई डाल के प्रार्थना कर रहा था। ഹല്ലേലൂയ. മുമ്പ് വേദപുസ്തകം തുറന്നു വെച്ചിട്ടുണ്ട്. वचन को ഫാൻ കറങ്ങുന്നുണ്ട്. बंगा घूम रहा All था of a sudden വേദപുസ്തകത്തിലെ പേജുകൾ ഇങ്ങനെ മറിഞ്ഞ് ഫാസ്റ്റിൽ പോയി. कि पन्ना पलटने लगे फास्ट। ഒരു ഭാഗമായപ്പോ നിന്നു. एक भाग में आके ഫാൻ रुका। അന്നേരം കറങ്ങുന്നുണ്ട്. तभी पंगा घूम പിന്നെ रहा था। മുന്നോട്ട് മറിഞ്ഞില്ല. फिर पलटे नहीं। പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, पवित्र आत्मा ആ ने ഓപ്പൺ ആയ ഭാഗം വായിക്ക്. बोला वो उस भाग को അവിടെ എഴുതിയിരിക്കുകയാണ്, वहां लिखा था പൗലോസ് കാലിലെ പൊടി തട്ടി കളഞ്ഞിട്ട് അന്ന് മുതൽ ജാതികളുടെ ഇടയിലേക്ക് പോയി. कि पौलुस ने क्या कि पैर का मिट्टी को तोड़ के उस दिन ദൈവാത്മാവിനോട് പറയണ കാലിലെ പൊടി തട്ടി ജാതികളുടെ ഇടയിലോട്ട് പോകാൻ. बोला कि तू पैर की मट्टी को छोड़ के 2001 जातियों के पास ആ സഭയുടെ ചാർജ് വിട്ടു. 2001 में उस कलीसिया का चार्ज छोड़ा। അപ്പൊ കർത്താവ് പറഞ്ഞ പിന്നെ സംശയിക്കണോ? परमेश्वर बोलते संशय लेना കർത്താവ് है। പറഞ്ഞ സംശയിക്കണോ? अगर परमेश्वर ये शक लेना है, അവൻ नहीं लेना है। സംസാരിക്കുന്ന ദൈവമാണ്. वो बात करने वाला परमेश्वर എന്റെ है। ജീവിതത്തിൽ ജീവനുള്ള ദൈവത്തെ ഞാൻ അനുഭവിച്ചു. कि जीवित परमेश्वर को हम अनुभव करता है। 94 ഒക്ടോബർ മാസത്തിൽ 29-ാം തീയതി 94 अक्टूबर में അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. फ्राइडे का दिन था। ഹല്ലേലൂയ. ഞങ്ങളുടെ ചർച്ചിൽ ഒരു ഉപവാസ പ്രാർത്ഥന നടക്കുമ്പോൾ, चर्च में एक उपवास प्रार्थना ഞാൻ चल ഡിഗ്രി रहा था। 2ാം വർഷം പഠിക്കുമ്പോൾ, पास्टर डिग्री सेकंड ईयर था। ഹല്ലേലൂയ, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. वो प्रार्थना कर रहा था। കർത്താവേ, ഞാൻ ഇപ്പൊ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങാൻ റെഡിയാ. बोला परमेश्वर मैं अभी सुख समाचार के लिए പഠിത്തം तैयार हूँ। നിർത്തി പോകാൻ റെഡിയാ. मैं पढ़ाई छोड़ के जाने को तैयार हूँ। ഇപ്പൊ വിളിക്കണം, ഞാൻ പോകാൻ റെഡിയാ. मुझे बोला मैं जाने को എനിക്ക് तैयार हूँ। ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണ്ട, ഇപ്പൊ ഇറങ്ങാൻ റെഡിയാ. मैं डिग्री कंप्लीट नहीं करने मुझे अभी ഇത് उतरना ഞാൻ മാത്രം അറിയുന്ന സീക്രട്ട്. है। इसके केवल पासवान जाने वाला എന്റെ secret വീട്ടിൽ था। പപ്പായ്ക്ക് അറിയത്തില്ല, മമ്മിക്ക് അറിയത്തില്ല, ഞങ്ങളുടെ ചർച്ചിൽ ആർക്കും അറിയത്തില്ല. घर में माता पिता है, चर्च में किसी को ആ नहीं जानता। വെള്ളിയാഴ്ച രാത്രി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ उस फ्राइडे को रात को जब प्रार्थना कर കോട്ടയത്ത് रहा था, നിന്ന് ചേലക്കമ്പുകാരൻ ഒരു അച്ചൻകുഞ്ഞ് പാസ്റ്റർ ശുശ്രൂഷിക്കാൻ വന്നിട്ടുണ്ട്. उस दिन कोटम से एक पास्टर था जो सेवका के लिए ആ आया। പാസ്റ്റർ പ്രസംഗം അങ്ങോട്ട് നിർത്തിയിട്ട് ഓടി വന്ന് എന്റെ തല കൈ തൊട്ടു. वो पास्टर ने प्रचार छोड़ के जल्दी से आके मेरे എന്നിട്ട് सिर पे എന്നോട് हाथ പറഞ്ഞു, रखा। മോനെ ഇപ്പോൾ നീ പഠിത്തം നിർത്തരുത്. बोला बेटा अभी तू पढ़ाई बंद मत करना। ഇതാരാ ഈ പാസ്റ്ററോട് പറഞ്ഞത്? ये पासवान को कौन बोला? ഇത് പ്രോബബിലിറ്റി ആണോ? ये क्या प्रोबेबिलिटी ഇത് है? ചാൻസ് ആണോ? ये क्या कोई चांस ഇത് है? മെന്റലിസ്റ്റുകൾ ചെയ്യുന്നത് പോലുള്ള കൃത്രിമ പണിയാണോ? ये क्या मेंटलिस्ट करने वाला कोई काम है? മെന്റലിസ്റ്റുകൾ കൃത്രിമ പണി ചെയ്യും അല്ലേ? ये जो दिमाग पढ़ने वाले का काम അതൊക്കെ करता है കൃത്രിമമാണ്. वो सब एक काम है। മജീഷ്യൻ ചെയ്യുന്ന മാജിക് കൃത്രിമമാണ്. जो जादूगर करने वाला मैजिक जो है क्या धोखा है। ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ 1-2 മാജിക് ഒക്കെ കാണിക്കുമായിരുന്നു. पास्टर कॉलेज में था तो कुछ मैजिक बताता था। നിങ്ങൾക്കറിയാമല്ലോ അന്നത്തെ കോളേജ് അന്തരീക്ഷം വേറെ ഒന്നാണ്. तभी का എനിക്കറിയില്ല कॉलेज का എങ്ങനെയാണോ. अंतरिक्ष अलग था। ഞാൻ ഈ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന ആദ്യത്തെ വർഷങ്ങളിലൊക്കെ पासवान जब डिग्री के लिए पढ़ता पहला साल അല്പം പൊളിറ്റിക്സിലുണ്ടായിരുന്നു. तभी वो पॉलिटिक्स में था। അപ്പൊ ന്യൂ ഇയർ ഫസ്റ്റ് ഇയർ പ്രീ ഡിഗ്രി ബാച്ച് വരുമ്പോൾ न्यू ईयर का जो फर्स्ट ईयर का बैच में ഈ ക്ലാസ്സുകളെല്ലാം പോയി ഞങ്ങളുടെ പാർട്ടിയുടെ പരിപാടി അവതരിപ്പിക്കും. कि ये पार्टी का जो काम सब क्लास അപ്പൊ में जाके പിള്ളേരെ होता था। എന്താ പറഞ്ഞ എന്താ ഹലോ ആകർഷിക്കാൻ വേണ്ടി മാജിക് കാണിക്കും. तो लोगों को आकर्षित करने के लिए मैजिक അപ്പൊ बताता ഞങ്ങളുടെ था। പാർട്ടി ഓഫീസിൽ മജീഷ്യനെ കൊണ്ടുവന്ന് ഞങ്ങളെ മാജിക് പഠിപ്പിച്ചിട്ടുണ്ട്. तो पार्टी ऑफिस में मैजिशियन को लेकर ഒരു के magic 4-5 सिखाया। ഐറ്റം എന്റെ കയ്യിൽ ഇപ്പോഴും ഇരിപ്പുണ്ട്. 4-5 आइटम अभी भी पास्टर के पास ഇപ്പോഴും है। അത് കാണിക്കാൻ എനിക്കറിയാം. अभी भी बताने आता है। പക്ഷേ ഇപ്പോഴത്തെ ശുശ്രൂഷ മാജിക് അല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ മാജിക് കാണിച്ച ആളുകൾ പറയും പാസ്റ്റർ ശുശ്രൂഷ മാജിക് എന്ന് പറയും. അതുകൊണ്ട് മാറ്റി വെച്ചേക്കുക. आमीन, हालेलुया। अभी सेवकाई में तो नहीं करता हूँ, സത്യം പറയാമല്ലോ, हकीकत कहता हूँ। ഞാൻ കണ്ടിച്ച കയറൊക്കെ ഒന്നാക്കിയിട്ടുണ്ട്. जो काटा हुआ रस्सी को एक किया है। ഹല്ലേലൂയ. എന്റെ കഴുത്തെ കെട്ടിട്ടിട്ട് വലിച്ചു മുറുക്കിയിട്ട് അതിൽ നിന്ന് ഞാൻ സേവ് ആയിട്ടുണ്ട്. कि गले में बोलते ना कि रस्सी डाल के खींच के भी उसमें से പല बाहर निकला ഈ है। പറഞ്ഞ റോപ്പ് ഐറ്റംസ് എന്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. बहुत सारे रस्सी के आइटम्स अभी भी है। അന്ന് കോളേജിലൊക്കെ പഠിക്കുന്ന പിള്ളേരുടെ ചിന്ത ഇവനൊരു വലിയ മജീഷ്യൻ ആയിരുന്നു. तभी कॉलेज में जो पढ़ने वाले सोचते हैं बहुत बड़ा जादूगर है। ഒന്നുമില്ല, ശുദ്ധ തട്ടിപ്പാണ്. वो कुछ भी नहीं, वो एक धोखा है। പണ്ടൊക്കെ എന്റെ ചിന്ത എന്ന് പറഞ്ഞാൽ കൺകെട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കണ്ണ് കെട്ടുന്നു അങ്ങനൊന്നും ഇല്ല കേട്ടോ. ഇത് ശുദ്ധ തട്ടിപ്പാണ്. ഈ മാജിക് എല്ലാം ശുദ്ധ തട്ടിപ്പാണ്. ये जो जादू है एक धोखा है और कुछ नहीं। ഹല്ലേലൂയ. പറഞ്ഞു വരുന്നത് മനസ്സിലാക്കുന്നുണ്ടോ പ്രിയമുള്ളവരെ? കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. परमेश्वर को धन्यवाद दे। ഇത് മാജിക് അല്ല, ये मैजिक नहीं है, ഇത് പ്രോബബിലിറ്റി അല്ല, ये प्रोबेबिलिटी ഇത് नहीं है, ചാൻസ് അല്ല. ये कोई इत्तेफाक से नहीं। അകത്തിരിക്കുന്നതിനെ സ്വർഗത്തിലെ ദൈവം വെളിപ്പെടുത്തുകയാണ്. जो अंदर बैठा है उस स्वर्ग का There is a परमेश्वर living प्रकट करता है। God.
एक जीवित who परमेश्वर can है talk with us. जो हमसे बातें That's करता the है। evidence we are having in our life. आमेन आमेन, वो एक सबूत है हमारे जीवन में है। आमेन। നമ്മൾ ജസ്റ്റ് ചിന്തിച്ച് അങ്ങ് ഊഹിച്ചങ്ങ് വിശ്വസിക്കുകയല്ല. हम सिर्फ सोच के ऐसे विश्वास नहीं करते। ദൈവം ജീവനുള്ളവനെന്ന് നമ്മൾ എന്ത് ചെയ്യും? Amen. അനുഭവിക്കുകയാണ്. हालेलुया, परमेश्वर जीवित है करके हम अनुभव करता ഓ है। സൃഷ്ടികർത്താവായ ഒരു ദൈവമുണ്ട്. जो सृष्टि करता एक परमेश्वर സകലത്തെ है, സൃഷ്ടിച്ചൊരു ദൈവം. सबको सृष्टि किया ആ परमेश्वर। ദൈവം നമ്മളെ ഓർത്തെന്ന്. वो परमेश्वर हमें याद किया। വലിയ ദൈവമാകട്ടോ. बड़ा परमेश्वर പക്ഷേ है। എന്നെ നിന്നെയും ആ സ്വർഗ്ഗത്തിലെ ദൈവം ഓർത്തെന്ന്. वो परमेश्वर मुझे और तुम्हें याद ഈ करता है। സൃഷ്ടിയെ കുറിച്ച് നമ്മൾ പഠിച്ചു നോക്കിയാൽ ये सृष्टि के बारे में ദൈവ पढ़ेंगे तो സൃഷ്ടിയുടെ ക്രൗൺ ആണ് മനുഷ്യൻ. या परमेश्वर सृष्टि का जो मुकुट है इंसान है। ദൈവ സൃഷ്ടിയുടെ ഏറ്റവും അല്ലേ ആ ടോപ്പ് ആയിട്ടുള്ള സൃഷ്ടിയാ മനുഷ്യൻ. परमेश्वर की सृष्टि का सबसे उत्तम सृष्टि है इंसान। ഭൂമിയിൽ ഒത്തിരി സൃഷ്ടികളുണ്ട്. दुनिया में बहुत सारी ഈ सृष्टि സൃഷ്ടി है। നടന്നത് ഒരു ഓർഡർ ഇല്ല കേട്ടോ. जो सृष्टि हुआ एक ऑर्डर में। നിങ്ങൾ ജെനസിസ് 1-ാം അധ്യായം പഠിച്ചു നോക്കിയാൽ जेनेसिस अगर उत्पत्ति एक സൃഷ്ടി पढ़ेंगे, തുടങ്ങിയതിന്റെ ഒരു ഓർഡർ ഉണ്ട്. सृष्टि शुरू हुआ एक ऑर्डर से। ആദ്യം സൃഷ്ടിച്ചത് സസ്യങ്ങളെയാണ്. सबसे पहले जो सृष्टि किया പ്ലാന്റ്സ് അല്ലേ? पेड़ ആദ്യത്തെ पौधों സൃഷ്ടി സസ്യങ്ങളെയാണ്. അത് കഴിഞ്ഞിട്ട് സമുദ്രത്തിലെ വെള്ളത്തിലെ ജീവികളെ സൃഷ്ടിച്ചു. उसके बाद समुद्र के इन प्राणियों को, അത് കഴിഞ്ഞിട്ട് കരയിലെ ജീവികളെ സൃഷ്ടിച്ചു. उसके बाद जो है जमीन के, അത് കഴിഞ്ഞിട്ട് ഹല്ലേലൂയ ദൈവം എന്ത് ചെയ്തെന്നറിയാമോ? മനുഷ്യനെ സൃഷ്ടിച്ചു. उसके बाद परमेश्वर ने इंसान को बनाया। ഒരു ദിവസം ദൈവം പ്ലാന്റിനെ സൃഷ്ടിച്ചു. एक दिन परमेश्वर ने पेड़ पौधों को, ദൈവത്തിന്റെ ഒരു ദിവസം परमेश्वर का एक दिन നമ്മുടെ 1000 വർഷം അല്ലേ? हमारा 1000 साल है। പ്ലാന്റിനെ ഒരു ദിവസം സൃഷ്ടിച്ചെന്ന് പറയുമ്പോൾ ഹല്ലേലൂയ पेड़ पौधों को एक दिन बनाया, ദൈവത്തിന്റെ मतलब ഒരു ദിവസം കേട്ടോ. परमेश्वर का एक दिन। പിന്നെ അടുത്ത ദിവസം ദൈവം സമുദ്രത്തിലെ ജീവികളെ സൃഷ്ടിക്കും. उसके बाद अगला दिन परमेश्वर ने समुद्र के ഇതാ സയൻസും പറയുന്നത്. ये साइंस भी कहता സയൻസ് है। എന്താ പറയുന്നത് അറിയാമോ? साइंस क्या कहता है വെള്ളത്തിലാണ് ആദ്യം ജീവൻ ഉണ്ടായത്. कि पानी में पहला जीवन അയ്യോ है। വേദോസം അതാ പറയുന്നത്. वचन भी वही कहता है വെള്ളത്തിൽ ജീവൻ ഉണ്ടായി അടുത്ത ദിവസമാണ് കര ജീവൻ ഉണ്ടായത്. कि पानी में जीवन होने के बाद ഇത് വേദോസത്തിലുള്ള കാര്യമാണ്. ये वचन में है। ഹലോ ആർ യു ലിസണിംഗ് മീ? ഹല്ലേലൂയ. മനുഷ്യനെ അവസാനം 6-ാം ദിവസം സൃഷ്ടിക്കുന്നു. इंसान को छठे दिन बनाया। മനുഷ്യ സൃഷ്ടിയുടെ പ്രത്യേകത എന്താ? इंसान का सृष्टि മറ്റു സൃഷ്ടിയിൽ നിന്നുള്ള ഏറ്റവും വലിയ വ്യത്യാസം बाकी सृष्टि ഞാൻ सबसे പറഞ്ഞില്ലേ, अलग। ബാക്കി എല്ലാ സൃഷ്ടിയിലും ബുദ്ധിയുള്ള ജീവികളുണ്ട്. बाकी सब सृष्टि में बुद्धिमान प्राणियां हैं, ഭയങ്കര ബുദ്ധിയുള്ള ജീവികളുണ്ട്. बहुत शार्प है। ഹല്ലേലൂയ. ഡാം ഉണ്ടാക്കുന്ന ജീവിയുണ്ട്. അതിന് പറയുന്ന പേര് ബീവർ എന്നാണ്. ഡാം ഉണ്ടാക്കുന്ന ജീവി, ഡാം ഉണ്ടാക്കുന്ന डाम बनाने वाला जंतु है। പുള്ളി വലിയ ഡാം ഒക്കെ ഉണ്ടാക്കി കഴിയും. ബീവർ എന്ന് പറഞ്ഞൊരു ജീവി. बीवर बोल के एक जानवर जो डाम നമ്മുടെ बनाता है, ചെറിയ കുരുവിയില്ലേ, जो छोटे जो അതിനെ വിളിക്കുന്നത് चिड़िया है, വീവർ വേർഡ് എന്നാണ് വിളിക്കുന്നത്. उसको बीवर बर्ड बोला जाता है। ഹല്ലേലൂയ. ഗൗരവത്തിന് ചോട്ട ഗൗരവ് ഗൗരവ്. വീവർ വേർഡ് എന്നാണ് വിളിക്കുന്നത്. ചെറിയ കുരുവി, തൂക്കനാൻ കുരുവി എന്നൊക്കെ വിളിക്കത്തില്ലേ? ആ നല്ല സുന്ദരമായ കൂട് തുന്നി ഉണ്ടാക്കും അല്ലേ? वो क्या है कि बुद्धियों एक जीवन होता अच्छा सा एक घोंसला बनाता പക്ഷെ है। ഈ ജീവി ഒന്നും ഇന്ന് വരെ ഐപാഡ് ഉണ്ടാക്കിയിട്ടില്ല. ये आज तक ये कोई भी प्राणी ने iPad ഉണ്ടാക്കിയിട്ടുണ്ടോ? नहीं बनाया। ബുദ്ധി ഇല്ലാഞ്ഞിട്ടാണോ? क्या बुद्धि नहीं था क्या? ബുദ്ധി ഉണ്ടെന്നേ. बुद्धि है। പക്ഷെ മനുഷ്യന്റെ സൃഷ്ടി വിശേഷ സൃഷ്ടിയാണ്. इंसान का जो सृष्टि है खास है। हमें Man is the crown of creation. Hallelujah. इंसान जो है सृष्टि का मुकुट है। Hallelujah. हालेलुया। എന്താ ഈ മനുഷ്യ സൃഷ്ടിക്ക് ഇത്രയും വിശേഷത വന്നത്? क्या है इंसान की सृष्टि का खासियत है ആടിനെയും പട്ടിയും ഉണ്ടാക്കിയ കൂട്ടത്തിലല്ല ദൈവം മനുഷ്യനെ कि സൃഷ്ടിച്ചത്. भेड़ और कुत्तों को बनाया, उसके साथ ने ആ इंसान को बनाया। കൂട്ടത്തിൽ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞല്ല മനുഷ്യനെ उस സൃഷ്ടിച്ചത്. झुंड में होने दे बोल के नहीं बनाया। വചനം പറയുന്നു, वचन कहता है, ദൈവം പറയുകയാണ്, परमेश्वर कहता है, കം വരിക, आओ നമുക്ക് നമ്മുടെ സ്വരൂപത്തിൽ മനുഷ്യനെ आमेन, आमेन, സൃഷ്ടിക്കാം. हाले, आओ हम अपने रूप और स्वरूप में। It was a decision. वो एक निर्णय था। It was a decision of the triune God. वो ट्रिनिटी परमेश्वर का एक डिसीजन निर्णय था। ത്രിയേക ദൈവത്തിന്റെ കൂട്ടുത്തരവാദിത്വത്തിൽ കൂട്ടായ തീരുമാനമാണ് മനുഷ്യ സൃഷ്ടി. ट्रिनिटी का जो परमेश्वर का एक साथ आके एक निर्णय था इंसान का सृष्टि। പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ചേർന്ന് തീരുമാനിക്കുക. कि पिता पुत्र पवित्र आत्मा एक साथ എന്താ निर्णय लिया। തീരുമാനം? क्या था निर्णय? നമുക്ക് മനുഷ്യനെ സൃഷ്ടിക്കാം. अब इंसान को बनाते हैं। എങ്ങനെ സൃഷ്ടിക്കാം? कैसे बनाएंगे? In our own image. हमें, Hallelujah. अपने खुद के रूप में। That's what we are different from the animal kingdom. इसीलिए हम बाकी प्राणियों से अलग हैं। ഹലോ, പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? क्या आपको समझ में आ रहा है? മനുഷ്യൻ ദൈവത്തിന്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. इंसान जो है परमेश्वर के स्वरूप में बना हुआ है। അതുവരെയുള്ള എല്ലാ ജീവികളും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉളവായി. तब तक जो भी था होने दे कह के कहा तो हो गया। ഹല്ലേലൂയ.
കൊരങ്ങനെ കണ്ടാ മനുഷ്യന്റെ കൂട്ടിയിരിക്കും. बंदर को देखे तो इंसान के जैसा लगेगा, ദൈവ സ്വരൂപത്തിലല്ല സൃഷ്ടിക്കപ്പെട്ടത്. लेकिन परमेश्वर का स्वरूप में नहीं बना है. സ്വരൂപം എന്ന് പറഞ്ഞാൽ എന്താണ്? स्वरूप का अर्थ क्या है? ദാറ്റ്സ് ആൻ ഇമ്പോർട്ടന്റ് ടോപ്പിക്. वो एक खास है. സ്വരൂപം എന്ന് പറഞ്ഞാൽ കണ്ടാൽ ഇരിക്കുന്ന ഷേപ്പ് എന്നല്ല അതിന്റെ അർത്ഥം. स्वरूप का मतलब जैसा दिखते वैसा नहीं, കാരണം ദൈവം ആത്മാവാകുന്നു. क्योंकि परमेश्वर जो है आत्मा है. ദൈവം ആത്മാവാകുന്നു. परमेश्वर आत्मा है. ആത്മാവാകുന്ന ദൈവത്തിന്റെ സ്വരൂപം എന്താ? മനുഷ്യനെ പോലാണോ? അല്ല, ദൈവം ആത്മാവാകുന്നു. परमेश्वर आत्मा है तो उसका स्वरूप रूप का കാണാൻ इंसान कैसे है? കഴിയാത്ത ദൈവം, കാണാൻ നമുക്ക് പറ്റാത്ത ദൈവം. हम जो देख नहीं सकते हो So परमेश्वर, what is the meaning of the image of God? तो उस स्वरूप का अर्थ क्या है? ദൈവത്തിന്റെ ഇമേജ് എന്ന് പറഞ്ഞാൽ परमेश्वर का स्वरूप जो है അതിന്റെ അർത്ഥം उसका अर्थ ദൈവത്തിൽ എന്തൊക്കെ ക്വാളിറ്റീസ് Amen. ഉണ്ടോ, Amen. ഗുണങ്ങളുണ്ടോ, Amen. ആ ഗുണങ്ങളിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. कि परमेश्वर में जो जो गुण है वो सारा गुण डाल के उसने इंसान को बनाया. ദൈവത്തിന്റെ ഗുണങ്ങൾ. परमेश्वर का गुण, ദൈവം സ്നേഹിക്കുന്നവനാ. परमेश्वर प्रेम करने वाला അതുകൊണ്ട് है, നമുക്കും സ്നേഹമുണ്ട്. इसके हमें भी प्रेम है. ഉണ്ടോ പ്രിയമുള്ളവരെ? है कि नहीं? ഹലോ, സ്നേഹമുണ്ടോ? प्रेम है कि नहीं? എവിടുന്നാ വന്നത്? ये प्रेम कहाँ से आया? ദൈവത്തിന്റെ ഇമേജിൽ സൃഷ്ടിക്കപ്പെട്ടത് കൊണ്ട്. परमेश्वर का स्वरूप में बनाया है. റൈച്ചസ്നെസ്, നീതി നമ്മുടെ അകത്ത് ദൈവം നിക്ഷേപിച്ചിട്ടുണ്ട്. धार्मिकता हमारे अंदर परमेश्वर ने रखा है. ദൈവത്തിന്റെ സദ്ഗുണങ്ങൾ ഒക്കെ തികഞ്ഞ ഒരു വ്യക്തിയായി തീരേണ്ടതിന് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്. कि परमेश्वर सारे गुणों के साथ एक व्यक्ति को परमेश्वर ने So इंसान we are बनाया. created in the image of God. हम परमेश्वर के स्वरूप में बनाया हुआ है. ദൈവത്തിന്റെ സ്വരൂപത്തിലാണ് സൃഷ്ടിക്കപ്പെട്ടത്. अब खोल के बोलो मैं परमेश्वर स्वरूप में बना गया. അതാണ് നമ്മുടെ വ്യത്യാസം. वो हमारा फर्क है. നിങ്ങൾ ശ്രദ്ധിക്കണമേ, आप ध्यान देना. ദൈവത്തിന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു. परमेश्वर स्वरूप में परमेश्वर इंसान को बनाया. എന്നിട്ട് ദൈവം പറഞ്ഞു, उसके बाद परमेश्वर ने कहा ഇവനൊരു വലിയ അതോറിറ്റിയോട് കൂടിയാണ് ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത്. इसको बहुत बड़ा अधिकार के साथ मैंने बनाया എന്താണ് है. അതോറിറ്റി? क्या है अधिकार? സകലത്തിന്റെ മേൽ വാഴാനുള്ള അധികാരം. आमीन, हालेलुया. सारे चीजों पे राज करने का अधिकार. എല്ലാത്തിനും മേൽ ഒരു അതോറിറ്റി ഇവനുണ്ട്. सारे वस्तुओं में एक अधिकार इसे है. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകത്തിന്റെ 1-ാം അധ്യായം നിങ്ങൾ വായിക്കുമ്പോൾ उल्पत्ति 1 में आप इस प्रकार पढ़ते हैं. വളരെ വ്യക്തമായിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്. वहाँ साफ साफ लिखा है. ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ മനുഷ്യനോട് പറഞ്ഞു, जब परमेश्वर इंसान को इंसान से कहा, ഹല്ലേലൂയ, നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി അതിനെ അടക്കി അതിനെ അടക്കി. കേട്ടോ, അധികാരമാണ് കാണിക്കുന്നത് അല്ലേ? वह अधिकार को दिखाता है. നിങ്ങൾ സന്താനവും പുഷ്ടിയുള്ളവരായി പെരുകണം. You have to multiply. Go forth and multiply. ദൈവത്തിന്റെ കൽപ്പനയാണ് കേട്ടോ. फूलो फलो. परमेश्वर ने बोला फूलो फलो. ദൈവത്തിന്റെ കൽപ്പന നിങ്ങൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം, പെരുകണം, പെരുകണം. परमेश्वर का एक आज्ञा तब तुम फूलो फलो. മനുഷ്യവർഗം വർദ്ധിക്കണം എന്നുള്ള ദൈവത്തിന്റെ കൽപ്പനയാ. इंसान जो है फूलना फलना है परमेश्वर का इच्छा था. അപ്പൊ ലോകരാജ്യങ്ങൾ പറയും വർദ്ധിച്ച വലിയ അപകടമാണെന്ന് പറയും. कि दुनिया वाले कहेंगे फूल फलना जो है അങ്ങനെയല്ല കേട്ടോ. വർദ്ധിക്കാൻ പറഞ്ഞ ദൈവത്തിന് സൊല്യൂഷനും ഉണ്ട്. വർദ്ധിച്ചാൽ ഇനി എന്ത് സംഭവിക്കും എന്നുള്ളത്. जो फूलो फलो कहा वो परमेश्वर के पास उसका सॉल्यूशन है. अगर होगा तो क्या होगा? പറഞ്ഞു 50 വർഷം കൂടെ കഴിയുമ്പോൾ ഭൂമി പിന്നെ മനുഷ്യന് ജീവിക്കാൻ സ്ഥലം കാണത്തില്ലെന്ന്. कुछ लोग कहते हैं 50 साल के बाद पृथ्वी में इंसान को रहने का നിങ്ങളോട് जगह ആര് नहीं പറഞ്ഞു रहेगा. 50 വർഷം കഴിയുമ്പോൾ നമ്മളെല്ലാം ഇവിടെ ഉണ്ടാകും എന്നുള്ളത്? आपको किसने बोला कि 50 साल के बाद हम यहाँ എന്റെ रहेंगे? വിശ്വാസം അതിനു മുമ്പ് കർത്താവ് വന്ന് സഭയെ കൊണ്ടോ ഈ ഭൂമിയെ ശുദ്ധീകരിക്കും, വേറൊരു ഭൂമി ഉണ്ടാകും. ഈ ജനപ്പെരുപ്പ് പ്രശ്നമൊന്നും അന്ന് ഉണ്ടാകത്തില്ല. कि मैं इस प्रकार विश्वास करता हूं, उससे पहले परमेश्वर आएंगे, हमें ले जाएंगे और ये सब चीजें वहां नहीं होगा. വർഷങ്ങൾക്ക് മുമ്പേ എന്താ സൊല്യൂഷൻ എന്ന് വേദോസത്തിൽ എഴുതിയിട്ടുണ്ട്. सालों पहले सॉल्यूशन क्या है? പുതിയ ആകാശം പുതിയ ഭൂമിയും ഒക്കെ ഉണ്ടാകും എന്നുള്ള ഒരു സൊല്യൂഷൻ വേദോസത്തിൽ എഴുതിയിട്ടുണ്ട്. नया आकाश नया पृथ्वी होगा करके इस वचन में लिखा है. I believe in all promises. ഹല്ലേലൂയ. വേദോസത്തിലെ എല്ലാ വാഗ്ദത്തങ്ങളിലും ഞാൻ വിശ്വസിക്കുന്നു. कि परमेश्वर के वचन के सारे वादों में मैं विश्वास करता നിങ്ങൾ हूं. ഭൂമിയിൽ പെരുകി നിറഞ്ഞ് അതിനെ അടക്കി ഭരിക്കുന്നവരാകണം. बोला कि फूलों फलों और पूरे सारे चीजों के ऊपर अधिकार സമുദ്രത്തിലെ है. മത്സ്യത്തിന്റെ മേലെ, समुद्र की मछलियों पे, ആകാശത്തിലെ പർവ്വജാതിയുടെ മേൽ, आकाश के पक्षियों पर, സകല ഭൂചര ജന്തുവിന്റെ മേൽ पृथ्वी पर रहने वाले सभी वस्तुओं നിങ്ങൾ जंतुओं पे വാഴണം. Have dominion on them. पर तुम अधिकार रखो. ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ, ध्यान देना. മനുഷ്യനെ ദൈവം തന്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ചിട്ട് മനുഷ്യന് ദൈവം അതോറിറ്റി കൊടുത്തു. परमेश्वर ने अपने स्वरूप में इंसान को बना के उसको अधिकार दिया വാഴാനുള്ള അതോറിറ്റി കൊടുത്തു. कि राज करने का अधिकार दिया. ഹല്ലേലൂയ. പക്ഷെ മനുഷ്യൻ പാപം ചെയ്തതിന്റെ ഫലമായിട്ട് इंसान ने पाप किया ആ അതോറിറ്റി കുറവ് വന്നു കേട്ടോ. उस अथॉरिटी में कमियां आया. പണ്ടത്തെ പോലെ അല്ല, അതോറിറ്റി കുറവ് വന്നു. पहले की जैसा नहीं, अथॉरिटी में പക്ഷെ कमियां आया. ഇപ്പോഴും അംശമായിട്ട് നമ്മുടെ അകത്തെല്ലാം ആ അതോറിറ്റി ഉണ്ട്. लेकिन हम सब में वो अधिकार अभी भी है. എല്ലാ थोड़ा മനുഷ്യന്റെ അകത്തുമുണ്ട്. हर एक इंसान
इंसान में है, അതിന്റെ തെളിവാണ് उसके सबूत है ഒരു ഈർക്കില് പോലുള്ള ഒരു മനുഷ്യൻ एक कांडी जैसे ഒരു इंसान, ആനയുടെ മണ്ടയ്ക്ക് കയറിയിട്ടിട്ട് അവന്റെ തള്ളവിരൽ കൊണ്ട് ചവിട്ടി ചവിട്ടി ഈ ആനയെ കൊണ്ട് കിടക്കുന്നത്. कि एक कांडी जैसे इंसान बड़े से एक हाथी को लेके चलता है। ഈ ആന എങ്ങനെ കൊണ്ടുവന്നെന്ന് അറിയാമോ? वो हाथी कैसे ले चलता है, ആന ലെഫ്റ്റ് റൈറ്റ് ഓടിക്കുന്ന എങ്ങനെയെന്ന് അറിയാമോ? वो हाथी कैसे लेफ्ट राइट घूमता है। ആനപ്പുറത്ത് ഒരു മനുഷ്യൻ ഇരുന്നിട്ട് ആന ഇങ്ങനെ നടത്തിക്കൊണ്ട് പോകുന്നു. एक इंसान हाथी के ऊपर बैठ के उसको चलाता है, റൈറ്റ് അടിക്കും ലെഫ്റ്റ് അടിക്കും ഇതൊക്കെ ഓട്ടോമാറ്റിക് ചെയ്യും. और राइट लेफ्ट सब अपने आप करता है। എങ്ങനെയെന്ന് അറിയാമോ? वो कैसा है, അതിനൊരു സിസ്റ്റം ഉണ്ട്. उसका एक सिस्टम ഈ है। ആനക്കാരന് ആ വടമുണ്ടല്ലോ കഴുത്തലെ കയറ്. वो जो गले का जो रस्सी है, ഞാൻ ഈ പാപ്പന്മാരോട് ചോദിച്ച് മനസ്സിലാക്കിയ കാര്യം ഇത്. ये इनसे पूछ के पता लगाया है। ഹല്ലേലൂയ. ഈ ആനയുടെ സ്റ്റിയറിംഗ് എവിടാന്ന്? ये आने का स्टीयरिंग का ഈ है, വടത്തിന്റെ അകത്തോട്ട് രണ്ട് കാലും കൂടെ കയറ്റി വെക്കും. इसके अंदर दोनों पैर रखे, എന്നിട്ട് ഈ ചെവിയുടെ പുറകിലായിട്ട് ये कान के ഈ पीछे പുള്ളിയുടെ തള്ളവിരൽ വെച്ചിങ്ങനെ ചവിട്ടും. उसके पैर के बोलते ना कि നിങ്ങളോട് ഈ കാലിനകത്ത് കയറിനകത്ത് കാല് കയറ്റി വെച്ചിരിക്കുന്ന പുള്ളി വീഴാതിരിക്കാൻ നല്ല കേട്ടോ സ്റ്റിയറിംഗാ. പുള്ളി അതിനകത്ത് കയറ്റി റൈറ്റിൽ നിന്ന് ഒരു ചവിട്ട് കൊടുക്കുമ്പോൾ ആനയ്ക്ക് മനസ്സിലായി അങ്ങോട്ട് തിരിഞ്ഞോണമെന്ന്. ഹല്ലേലൂയ. ചവിട്ടി ചവിട്ടി കൊണ്ടുപോവാ. तो उसका पैर की उंगलियों से उसके बोलते ना कि कुचल कुचल के लिए चलता जो है। हाथी चलाने वाला जो महंत होते हैं ना कैसे हाथी को चलाते हैं? ഹല്ലേലൂയ. കാലിന്റെ തള്ളവിരൽ വെച്ച് ചവിട്ടി എവിടുന്നാ ഈ അതോറിറ്റി वो കിട്ടിയത്? पैर की उंगलियों से उसे चलाता है। ആന വലുതല്ലേ? हाथी तो बड़ा പക്ഷെ है, വേദപുസ്തകം പറഞ്ഞു എല്ലാ ചരാചരത്തിന്മേലും മനുഷ്യന് ഒരു അതോറിറ്റിയാണ്. वचन कहते हैं सारे जीव जंतुओं पे इंसान का एक So अधिकार what है। is the meaning of authority? क्या है अधिकार का अर्थ? Fear. एक डर। അതോറിറ്റി ശരിക്കും ഫിയർ ആണ്. अधिकार जो है डर रहता है, മനസ്സിലാകുന്നുണ്ട്? ഫിയർ ആണ്. ഹല്ലേലൂയ. ആനയ്ക്ക് മനുഷ്യനെ കാണുമ്പോൾ ഒരു പേടിയാ. कि हाथी इंसान से डरता है। ഹല്ലേലൂയ. എങ്ങനെ ഫിയർ വന്നത്? ये डर कहाँ से आया? ദൈവം മനുഷ്യന്റെ സൃഷ്ടിയിൽ കൊടുത്ത വിശേഷതയാണത്. कि परमेश्वर ने इंसान की सृष्टि में दी हुई खासियत है। ഏത് വന്യമൃഗത്തെ മനുഷ്യൻ മെരുക്കും അല്ലേ? कोई भी जंगली जानवरों को इंसान കാരണം काबू करेगा, ഹല്ലേലൂയ. ദൈവം കൊടുത്തൊരു അതോറിറ്റിയാണ്. क्योंकि परमेश्वर ने दिया एक अधिकार है। പക്ഷെ ഇത് പാർശ്വല കേട്ടോ. लेकिन ये आधा है, ഇതല്ല റിയൽ അതോറിറ്റി. ये नहीं हकीकत का ഇതല്ല अधिकार, ദൈവം പ്ലാൻ ചെയ്ത ഡിസൈൻ ചെയ്ത അതോറിറ്റി. ये नहीं परमेश्वर ने रखा हुआ प्लान മനുഷ്യന്റെ किया हुआ। പാപത്തിന്റെ ഫലമായിട്ടാണ് ആ അതോറിറ്റി ഇന്ന് എക്സർസൈസ് ചെയ്യാൻ മനുഷ്യന് പറ്റാത്തത്. इंसान का पाप है कि उस अधिकार को आज इंसान नहीं कर पा रहे। എബ്രായ ലേഖനം 1-ാം അധ്യായം 2-ാം അധ്യായം ഒക്കെ പഠിക്കുമ്പോൾ इब्राहिम 1 और 2 जब हम पढ़ते हैं, അവിടെ എബ്രായ ലേഖനകർത്താവ് ഇതിനെ കുറിച്ച് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. वहाँ इस प्रकार एक स्टेटमेंट लिखा है। ഇതേ വാക്യം സങ്കീർത്തനം 8-ാം അധ്യായത്തിലെ ഇതേ വാക്യം ഉദ്ധരിച്ചിട്ട് वचन संहिता का 8 का 1 നമ്മൾക്ക് റെഫറൻസ് വെച്ചാ പറയുന്നത് അല്ലേ? हमें रेफरेंस रखेगा। നമ്മൾ പുസ്തകം എഴുതിയപ്പോഴും സങ്കീർത്തനം 8-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ നമ്മൾ പുസ്തകം എഴുതുമ്പോഴേ നമ്മൾ എന്ത് പറയും? സങ്കീർത്തനം 8-ാം അധ്യായം 4-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ. പക്ഷേ എബ്രായ ലേഖനകർത്താവ് എങ്ങനെ എഴുതിയെന്നറിയോ? ആ 2-ാം അധ്യായം നോക്കിക്കേ, 6-ാം വാക്യം. മനുഷ്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്? മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇംഗ്ലീഷ് വായിക്കാമോ വാക്യം ഒന്ന്? എബ്രായ ലേഖനം 2-4 വാക്യം മുതൽ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഇവിടെ നോക്കണമേ, ഒരു ട്രാൻസ്ലേഷനിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. एक ट्रांसलेशन में इस प्रकार लिखा है, മനുഷ്യനെ അവൻ ഓർക്കേണ്ടതിനെ എങ്ങനെയെന്ന് പണ്ടൊരാൾ പറഞ്ഞതുപോലെ. कि इंसान को कैसे याद करना है पहले किसी ने कहा उस മനുഷ്യനെ प्रकार। അവൻ ഓർക്കേണ്ടതിന് എങ്ങനെയെന്ന് പണ്ട് ആരോ പറഞ്ഞതുപോലെ. ആ വാക്യം കണ്ടോ നിങ്ങൾ? ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ടോ അങ്ങനെ? someone has. ഹല്ലേലൂയ. നമ്മൾ എഴുതും സങ്കീർത്തനം 8-ാം അധ്യായം 4-ാം വാക്യത്തിൽ എഴുതിയതുപോലെ. പക്ഷേ എബ്രായ ലേഖനകർത്താവ് പറയാ പണ്ട് ആരോ പറഞ്ഞതുപോലെ. കാരണം എന്താണെന്നറിയാമോ? ഹല്ലേലൂയ. അന്നത്തെ ഒരു ലിമിറ്റേഷനാ കേട്ടോ. പുള്ളിക്ക് അറിയാം പുസ്തകത്തിൽ ഇങ്ങനെ ഉണ്ടെന്നുള്ളത്. പക്ഷെ പുള്ളിക്ക് റെഫറൻസ് ഒന്നും പറയാൻ അന്ന്. ഹലോ, നമ്മൾ അവരെക്കാട്ടിൽ എത്ര ഭാഗ്യമുള്ളവരല്ലേ? ഹലോ, ഹീബ്രുവിന്റെ റൈറ്ററിന് പോലും ഇത് ആരാ എഴുതിയതെന്ന് അത്രയും ക്ലാരിറ്റി. He said that someone has written in that way, but we know that it is written in Psalms. कि जैसे हिब्रू में जो लिखने वाले ने लिखा, किसी ने इस प्रकार वचन में लिखा, उसको पता नहीं था किसने लिखा, लेकिन हम कितने भाग्यशाली, हमें पता है भजन संहिता में लिखा हुआ ഞാൻ है। പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ? ഹലോ,
നമുക്ക് അവരെക്കാട്ടിലും വചനത്തിന്റെ ക്ലാരിറ്റി എത്ര കൂടുതലുണ്ടല്ലേ? हमें उनसे ही वचन की क्लैरिटी कितना ज्यादा है। പക്ഷെ ആ ലിമിറ്റഡ് ക്ലാരിറ്റി നിന്നുകൊണ്ട് അവർ എബ്രായ ലേഖനം എഴുതിയത്, वो लिमिटेड क्लैरिटी से उन्हें इब्राहिम को किताब നമുക്ക് लिखा। മനസ്സിലാക്കാൻ പറ്റാത്ത വലിയ മർമ്മങ്ങൾ എഴുതിയത്. हमें जो समझ नहीं सकते वैसे അവ उन्होंने എബ്രായ ലേഖനത്തിൽ വാക്യം കോട്ട് ചെയ്തിട്ട് പറഞ്ഞു, इब्राहिम इस प्रकार लिख के कहा, നീ അവനെ തേജസ്സും ബഹുമാനം ഒക്കെ അണിയിച്ചിരിക്കുക, तूने उसे तेजस और पहनाया हुआ है, നിന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് അവനെ നീ അധിപതിയാക്കിയിരിക്കുക तेरे हाथों के कार्यों पे तूने उसको राज किया है, എന്ന് अधिकार दिया। ഒരുവൻ ഒരിടത്ത് സാക്ഷ്യം പറയുന്നു. ऐसा एक जन कहीं पे गवाही देता സകലതും है। അവന്റെ കാൽ കീഴായിരിക്കുന്നു, सब कुछ उसके पैरों के नीचे है, സകലവും അവന് കീഴടങ്ങിയിരിക്കിയാൽ सब कुछ उसके अधीन में है, ഒന്നും കീഴ്പ്പെടുത്താതെ വിട്ടിട്ടില്ല. कुछ भी नहीं है जो उसके अधीन में ഒരു नहीं നിമിഷം, है। എല്ലാം നമ്മുടെ കാൽ കീഴാക്കിയിരിക്കുന്ന വചനം അല്ലേ? वचन कहते हैं सब कुछ हमारे अधीन में किया है, എല്ലാം എല്ലാം. രോഗം നമ്മുടെ കാൽ കീഴാണ്, बीमारी हमारे अधीन में है, എല്ലാം നമ്മുടെ കാൽ കീഴാ. सब कुछ हमारे अधीन में है, എന്തൊക്കെയുണ്ടോ അതൊക്കെ നമ്മുടെ കാൽ കീഴാ. क्या जो भी है सब कुछ हमारे अधीन में ശ്രദ്ധിച്ച് है। വായിക്കണം. पर ध्यान से എബ്രായ ലേഖനകർത്താവ് എഴുതുകയാ, यानी എന്നാൽ लेकिन ഇപ്പോൾ സകലവും അവന് കീഴ്പ്പെട്ടതായി കാണുന്നില്ല. लेकिन सब कुछ अभी हेलो। उसके अधीन में नहीं दिख रहा है। രോഗമെന്റെ കാൽ കീഴാ, बीमारी मेरे अधीन में है, ലോകമെന്റെ കാൽ കീഴാ. दुनिया मेरे अधीन में है। തിയറി കറക്റ്റ് ആണ്, തീയറി सही है, വാഗ്ദത്തം കറക്റ്റ് ആണ്, वादा सही है, പക്ഷെ ഇന്നും എന്റെ ശരീരത്തിൽ രോഗമുണ്ട്. लेकिन आज भी मेरे शरीर में बीमारी है। ശരിയാണോ? ഹലോ, നമ്മൾ ഈ കർത്താവ് എല്ലാം എന്റെ കാൽ കീഴിലാണെങ്കിൽ ഈ രോഗത്തെ നോക്കിയിട്ട് ഞാൻ വിട്ടുപോകാൻ പറഞ്ഞിട്ട് എന്താ പോകാത്തത്? हम पूछते परमेश्वर सब कुछ मेरे अधीन में है, तो मैं बीमारी को छोड़ के जाऊं तो क्यों नहीं जा ബൈബിൾ रहे? ഈസ് ക്ലിയർ. वचन सही है, ഇപ്പം കാൽ കീഴാണെങ്കിലും സകലതും കീഴടങ്ങി നിൽക്കുന്നില്ല. सब कुछ अधीन है, उसके बावजूद सब कुछ उस प्रकार नहीं है। എന്തുകൊണ്ടാണ് കീഴടങ്ങി നിൽക്കാത്തത്? क्यों वैसा नहीं है? നാം ഇന്നും ജീവിക്കുന്നത് അതേ പാപശരീരത്തിലല്ലേ? आज भी हम उसी पाप पर शरीर में जीता है। നമ്മുടെ ഈ ശരീരത്തിന് രൂപാന്തരം സംഭവിച്ചിട്ടില്ല. इस शरीर का रूपांतर नहीं हुआ है। ഹല്ലേലൂയ. സൃഷ്ടിയുടെ മേലുള്ള ഒരു ദ്രവത്വത്തിന്റെ ദാസ്യത്വം ഇപ്പോഴും നമ്മുടെ ശരീരത്തിലുണ്ട്. सृष्टि का जो दासत्व अभी भी हमारे शरीर में है। ഹല്ലേലൂയ. ദ്രവത്വത്തിന്റെ ഒരു ദാസ്യത്വം എന്ന് പറയും, ഒരു ഡീകേ ആകുന്ന ഒരു അവസ്ഥ നമ്മുടെ ശരീരത്തിൽ ഇപ്പോഴും ഉണ്ട്. सृष्टि का अभी भी जो नाश होने वाला गुण हमारे ഇനി शरीर में അടുത്ത है। വാക്യം ശ്രദ്ധിക്കണം. उसके अगला आयत, അടുത്ത വാക്യം, നമ്മുടെ എല്ലാവരുടെയും കാൽ കീഴിൽ സകലതും ആയിട്ടില്ല, हम सबके पैरों के नीचे सब कुछ नहीं हो गया है, പക്ഷേ लेकिन എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിലും അല്പം ഒരു താഴ്ച വന്നവനായ യേശു മരണം അനുഭവിച്ചതുകൊണ്ട് അവന് മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു. ഹല്ലേലൂയ. എന്റെ കാൽ കീഴിലെല്ലാം വന്നിട്ടില്ല, मेरे पैरों के नीचे सब कुछ नहीं आया പക്ഷെ है, മനുഷ്യനെ സൃഷ്ടിക്കാനുള്ള തീരുമാനത്തിൽ തന്നെ लेकिन इंसान का सृष्टि का जो निर्णय में പുത്രൻ പറഞ്ഞു, पुत्र ने कहा, ഞാൻ ഈ മനുഷ്യനെ പോലെ ഈ ഭൂമിയിലേക്ക് ഇറങ്ങിച്ചെല്ലാമെന്ന്. मैं इंसान के समान इस पृथ्वी में उतर के जाएगा। ഹലോ, ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ, परमेश्वर जब अपने स्वरूप में इंसान को ഇത് बनाया, കേട്ടോണം, ഞാൻ പറഞ്ഞത് രൂപമല്ല, वो रूप नहीं है, സ്വഭാവമാണ്. एक स्वभाव है। പക്ഷെ പുത്രൻ പറഞ്ഞു, लेकिन पुत्र ने कहा, ഞാൻ മനുഷ്യന്റെ രൂപത്തിൽ ഭൂമിയിലേക്ക് मैं ഇറങ്ങിച്ചെല്ലാമെന്ന്. इंसान के रूप में पृथ्वी में जाएगा। That's another revelation. वो एक दूसरा एक प्रकाशन है। നമ്മൾ യേശുവിനെ കാണുമ്പോൾ हम जब यीशु को देखते നമ്മുടെ हैं, കൂട്ട് കൈയും കാലുമുള്ള മനുഷ്യനായ യേശു, हम देखते हैं कि अपने जैसे हाथ पैर वाला यीशु, മനുഷ്യനായ യേശു, इंसान बना हुआ यीशु, മനുഷ്യനായ യേശു ഈ ഭൂമിയിൽ ഇറങ്ങി വന്നു. इंसान बन के यीशु पृथ्वी में മനുഷ്യ उतर आया, രൂപത്തിൽ ഇറങ്ങി വന്നു. इंसान के रूप में उतर आया। എന്തിനു വേണ്ടി മനുഷ്യ രൂപത്തിൽ ഇറങ്ങി क्यों വന്നു? उतर के आया? ഹല്ലേലൂയ. സകലത്തെ കാൽ കീഴാക്കാനുള്ള ഒരു വലിയ ദൈവിക പ്രവൃത്തിക്ക് വേണ്ടി ഇറങ്ങി വന്നു. सब कुछ पैरों के नीचे करने का जो परमेश्वर का एक ഇറങ്ങി വന്നു പദ്ധതി के लिए आया। സകലത്തെ അവന്റെ കാൽ കീഴാക്കി. सब कुछ उसके पैरों के नीचे किया। യേശുവിന്റെ കാൽ കീഴിലാണ് സകലവും. आमेन, हालेलुया। परमेश्वर यीशु के पैरों के नीचे अभी सब ഇന്നും कुछ നമുക്ക് है। ലിമിറ്റേഷൻ ഉണ്ടല്ലേ? आज भी हमें सीमा है, പക്ഷെ യേശുവിന്റെ കാൽ കീഴിലാണ് സകലതും. लेकिन सब कुछ यीशु के पैरों के नीचे है। രോഗം അവന്റെ കാൽ കീഴിലാണ്, बीमारी उसके पैरों के नीचे है, മരണം അവന്റെ കാൽ കീഴിലാണ്, मृत्यु उसके पैरों के नीचे है, സകലതും അവന്റെ കാൽ കീഴിലാണ്. सब कुछ उसके पैरों के नीचे है। അങ്ങനെയാണെങ്കിൽ ऐसे है तो, ऐसे है तो ദൈവമക്കൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. परमेश्वर के बच्चों की ആ खासियत യേശു കർത്താവ് നമ്മളോട് പറഞ്ഞു, है। उस यीशु मसीह ने हमसे कहा, ഞാൻ എന്റെ അധികാരം നിങ്ങൾക്ക് आमेन, തന്നേച്ചു പോകുകയാണ്. आमेन, मैं मेरा अधिकार तुम्हें देता हूँ। ഭൂമിയിലുള്ള മനുഷ്യന് ഇന്ന് ആ അതോറിറ്റി ഇല്ല. दुनिया में इंसान को आज वो अधिकार नहीं है। മനുഷ്യന് വേണമെങ്കിൽ ആനയെ
മേയ്ക്കാൻ പറ്റും. इंसान चाहते हैं कि हाथी को काबू कर सकता പക്ഷെ है, മരണത്തെ പെരുങ്കാല് കൊണ്ട് ചവിട്ടി മാറ്റാനുള്ള അധികാരം മനുഷ്യനില്ല. लेकिन इंसान मृत्यु को अपने पैरों से कुचल के രോഗത്തെ हटाने വിരൽ देते। ചൂണ്ടി മാറ്റാനുള്ള അധികാരം ഭൂമിയിലെ മനുഷ്യന് ഇന്നില്ല. पृथ्वी के इंसान को बीमारी को उंगली से बाहर निकालने का പക്ഷെ अधिकार नहीं है, നമുക്കെല്ലാവർക്കും വേണ്ടി लेकिन हम सबके लिए ദൈവകൃപയാ परमेश्वर के अनुग्रह യേശു से ക്രിസ്തു यीशु मसीह തന്റെ മരണത്താൽ उसकी मृत्यु से ആ അധികാരത്തെ എസ്റ്റാബ്ലിഷ് ചെയ്തു. उस अधिकार को उसने पूर्ण स्थापित किया। തേജസ്സും ബഹുമാനവും അണിഞ്ഞവനായി, वो तेजस और आदर के സകലത്തെ साथ ഭരിക്കുന്നവനായി, सारे चीजों को आदर സകലത്തെ करने, കാൽ കീഴ് ഒതുക്കുന്നവനായി. सबको पैर को नीचे कुछ रखे। കേൾക്കുന്നുണ്ടോ പ്രിയമുള്ളവരെ? आप ध्यान ആ से യേശു ക്രിസ്തു वो यीशु मसीह അവൻ ഇന്നും നമുക്ക് വേണ്ടി ജീവിക്കുന്നു. वो आज भी हमारे लिए जीवित है, ജീവിക്കുന്നെന്ന് മാത്രമല്ല केवल जीवित ही नहीं हो അവൻ रहे, ആ അധികാരം നമുക്ക് തന്നിരിക്കുന്നു. उसने वो अधिकार को हमें दिया। യേശു കർത്താവ് എന്താ പറഞ്ഞത്? यीशु मसीह ने क्या कहा? ആദാമിനോട് ദൈവം പറഞ്ഞു. आदम से कहा, എന്താ പറഞ്ഞെന്ന് അറിയാമോ? क्या कहा? സകല അധികാരം നിനക്ക് തരുന്നു. सारा अधिकार तुझे देता हूँ। ലിസ്റ്റ് लिस्ट എന്തൊക്കെ കാര്യങ്ങളുണ്ട്? क्या था? ആകാശത്തിലെ പറവ, आकाश के पक्षियां, ആകാശത്ത് വന്ന് പറവെ നമ്മൾ വേണമെങ്കിൽ എന്ത് ചെയ്യും? അല്ലേ, വെടിവെച്ച് താഴെ ഇടും, വലിയോ? आकाश के चिड़ियों को हम गोली मार के नीचे डालेंगे। ലിവ്യാധാനെ വേണമെങ്കിൽ നമ്മൾ ചൂണ്ടയിട്ട് പിടിക്കുന്ന യോബ് പറഞ്ഞത്. कि ये अपने लिव्याधान को जो है कि हम पकड़ेंगे। സമുദ്രത്തിലെ ലിവ്യാധാനെ വരെ നമ്മൾ എന്ത് ചെയ്യും? പിടിക്കും. ഓക്കെ, ഹല്ലേലൂയ. ആനെ വരെ നമ്മൾ മെരുക്കും. कि हाथी को हम काबू करेंगे। ഹല്ലേലൂയ. സമുദ്രത്തിലേത്, കരയിലേത്, പറവകൾ, ഇതിന്റെ മേലെ എല്ലാ അതോറിറ്റി ആർക്ക് കൊടുത്തു? आमीन। ആദമിന് കൊടുത്തു. आदम को इन सब पे एक अधिकार दिया, പക്ഷെ ആദമിന് ഒരു അബദ്ധം പറ്റി. लेकिन आदम को गलती ഈ हुई മണ്ഡലത്തിൽ അല്ലാത്തൊരു പുള്ളി തോട്ടത്തിൽ വലിഞ്ഞു കയറി. कि ये मंडल का नहीं था, वैसे एक व्यक्ति बगीचे में അവൻ आया। എവിടുന്നാ വന്നത്? वो कहाँ से आया? അവൻ ഈ മൃഗമാണോ? वो क्या जानवर था? അവൻ ഈ സസ്യമാണോ? वो क्या അവൻ ഈ പറവയാണോ? वो क्या पक्षियां थे? അവൻ ആകാശ മണ്ഡലത്തിൽ സഞ്ചരിക്കുന്നവനല്ലേ? वो आकाश मंडल में संचार करने അവൻ वाला था। തോട്ടത്തിൽ കയറിയപ്പോ वो जब बगीचे में आया, ആദാമിന് ആക്ട് ചെയ്യാൻ പറ്റിയില്ല. आदम उस पर रिएक्ट नहीं कर पाया। എന്തുകൊണ്ട്? क्यों? അവന്റെ അതോറിറ്റിയുടെ റലത്തിന്റെ വെളിയിൽ നിന്ന് കയറി അറ്റാക്ക് വന്നിരിക്കുന്നത്. उसका अधिकार के बाहर से वो आया था। ആദാം തോറ്റുപോയി. आदम हार गया। പക്ഷേ യേശു ക്രിസ്തു लेकिन यीशु मसीह അവനെ വിളിക്കുന്നത് ഒടുക്കലത്തെ ആദാം എന്നാ. उससे कहते हैं कि अंतिम आदम, ഒടുക്കലത്തെ ആദാം. कि the last आदम, രണ്ടാമത്തെ ആദാം എന്നല്ല. कि दूसरा आदम नहीं। രണ്ടാമത്തെ ആദാം ആണെങ്കിൽ പിന്നെ മൂന്നാമത്തെ ആദാം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. अगर दूसरा आदम हो तो तीसरा भी होगा। അവൻ ഒടുക്കലത്തെ ആദാം. वो अंतिम आदम है, ഭൂമിയിൽ നിന്നുള്ളവനല്ല, वो भूमि से नहीं है, സ്വർഗത്തിൽ നിന്നുള്ളവനാകിയാൽ वो स्वर्ग में से है, സകല നാമത്തിനും മേലായ നാമമുള്ളവനാകിയാൽ सारे नामों से ऊपर का नाम है, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് കീഴടക്കിയവനാകിയാൽ वो सारे अधिकारों को सबको अपने हथियार के അവനൊരു साथ authority उसने किया। ഉണ്ട്. उसमें एक अधिकार അവന്റെ है। അധികാരം എന്താണെന്നറിയാമോ? उसका अधिकार क्या है? കാണുന്ന മണ്ഡലത്തിന്മേൽ മാത്രമുള്ള അധികാരമല്ല, जो देखने वाला मंडल में ही केवल नहीं, സ്വർഗത്തിലും स्वर्ग में भी, ഭൂമിയിലും. भूमि में, പറഞ്ഞാട്ടെ, സ്വർഗത്തിലും स्वर्ग में, ഭൂമിയിലും. भूमि में। ആദമിന്റെ അധികാരം आदम का കേവലം अधिकार, ഭൂമിയിലുള്ള ചിലതിന്റെ മേലായിരുന്നു. आदम का अधिकार केवल पृथ्वी में ही था। യേശുവിന്റെ അധികാരം यीशु का अधिकार സ്വർഗത്തിലും स्वर्ग में भी, ഭൂമിയിലും ഭൂമി में സകല അധികാരവും. सारा अधिकार എന്നിട്ട് हमें। യേശു കർത്താവ് പറഞ്ഞു, I give you my authority. यीशु ने बोला, मैं तुझे मेरा I अधिकार give देता you हूँ, my authority. मैं तुझे मेरा अधिकार അത് देता हूँ। ഭൂമി മണ്ഡലത്തിന്മേൽ മാത്രമുള്ള അധികാരമല്ല, वो केवल भूमि का अधिकार नहीं है, അത് സ്വർഗ മണ്ഡലത്തിന്മേലുള്ള वो അധികാരമാണ്. स्वर्ग के मंडल में एक अधिकार है। ആദ്യത്തെ ആദാം തോറ്റു. पहला आदम हार गया। ഒടുക്കലത്തെ ആദാമിന്റെ മണവാട്ടി തോക്കാത്തതിന്റെ കാരണം, जो अंतिम आदम के जो दुल्हन है वो नहीं हारने का कारण, ഹവ്വ തോറ്റെടുത്ത് जहाँ हवा हरा, ഒടുക്കലത്തെ ആദാമിന്റെ മണവാട്ടി തോക്കാത്തതിന്റെ कि കാരണം, जो अंतिम आदम के जो दुल्हन नहीं हारने का कारण, നമ്മുടെ കർത്താവ് നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചൊരു അധികാരമുണ്ട്. हमारा परमेश्वर हमें हाथों में दिया एक अधिकार है। സ്വർഗ മണ്ഡലത്തിന്മേൽ, स्वर्ग मंडल में, അന്ധകാര മണ്ഡലത്തിന്മേൽ, അന്ധകാര के मंडल में, വാഴ്ചകളുടെ മേൽ, हर एक അധികാരങ്ങളുടെ മേൽ, सारे अधिकारों में, സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയുടെ മേൽ, इस स्वर्ग का जो दुष्ट आत्मा का जो എനിക്ക് सेना है, നിനക്കുമെതിരെ വാദിക്കുന്ന വാദശക്തികളുടെ മേൽ, मेरे और तेरे विरुद्ध में जो बात करने वाले शक्तियों को, പാമ്പിനെ ബാലസിംഹത്തെ ചവിട്ടാനുള്ള ഒരു അധികാരം, अजगर को और सारे चीजों को कुचलने का अधिकार, സാത്താന്യ മണ്ഡലങ്ങളെ പെരുങ്കാലുകൊണ്ട് ചവിട്ടാനുള്ള അധികാരം. सातानी मंडल को पैर से कुचलने का अधिकार। പ്രാർത്ഥിച്ചട്ടെ. प्रार्थना നീ करो। ആരെയാ ഭയപ്പെടുന്നത്? तू किससे डरता നീ है? ഏത് പിശാചിനെയാ ഭയപ്പെടുന്നത്? कौन-सा शैतान से डरता You है? are a child of God. तू परमेश्वर का बच्चा है। Heaven has, hallelujah, vested some authority over you.
कि परमेश्वर तुझे एक अधिकार दिया है, സ്വർഗം നിങ്ങളുടെ മേൽ ഒരു അധികാരം വെച്ചിട്ടുണ്ട്. स्वर्ग ने तुझ पे एक अधिकार रखा है. ഭൂമിയിലെ മനുഷ്യൻ जो पृथ्वी का इंसान ആനയെ ചവിട്ടി ചലിപ്പിക്കുന്നെങ്കിൽ अगर हाथी को पैरों से चलाता तो രക്ഷിക്കപ്പെട്ട ദൈവ പൈതലേ, एक उद्धार पाए परमेश्वर के बच्चों, നീ ഭൂമിയിലെ ആനയെ മാത്രമല്ല, तू पृथ्वी का हाथी को അന്ധകാര മണ്ഡലത്തിൽ വ്യാപരിക്കുന്ന അന്ധകാര ശക്തികളെ ചവിട്ടുവാനുള്ള തകർക്കുവാനുള്ള അതോറിറ്റി നിനക്കുണ്ട്. कि अंधकार मंडल के सारे शक्तियों को कुचलने का अधिकार तुझे दिया है. ഹർഷകമനരഗദൽ ഖഡഗശന്ദന ചുമാനരഗദൽ ഖഡഗശന്ദന മൽകാരഗദൽ ഖഡഗശന്ദന. നമ്മൾ ഇപ്പോഴും ബോഡിയിലാ ജീവിക്കുന്നല്ലേ? हम आज भी शरीर में जीते हैं. രോഗം വരും, तो बीमारी आएगा, പ്രശ്നങ്ങൾ വരും, समस्या आएगा, പക്ഷെ തളരല്ലേ. लेकिन हारना नहीं है. ലോക മനുഷ്യർക്ക് ഇല്ലാത്തൊരു അതോറിറ്റി ഉണ്ട്. दुनिया के इंसान को जो नहीं वैसे एक अधिकार है. അതോറിറ്റി എന്നറിയാമോ? क्या है वो? എല്ലാത്തും ജയിച്ച യേശുവിന്റെ അതോറിറ്റിയാ. सारे चीजों को जीतो यीशु का अधिकार. അതൊന്ന് ഉപയോഗിച്ച് തുടങ്ങിക്കേ. वो जरा इस्तेमाल करो. आमीन. പാതാളത്തിന്റെ ശക്തികൾ ഇളകി മാറും. जो पाताल की शक्ति हट जाएंगे, മരണം വഴി മാറുന്നേ. कि मृत्यु रास्ता हटेगा. വഴി മാറത്തില്ലയോ? रास्ता हटेगा कि नहीं? എത്രയോ പ്രാവശ്യം നമ്മുടെ മുന്നിൽ നിന്ന് മരണം വഴി മാറിയിട്ടുണ്ട്. कितने बार मृत्यु हमारे सामने से എന്നോട് रास्ता हटा. ദൈവാത്മാവ് ഇന്ന് സംസാരിച്ചൊരു കാര്യം പറയാം. आज परमेश्वर की आत्मा ने बात की एक बात कहता. നമുക്ക് ദൈവം ഒരു ആയുസ് വെച്ചിട്ടുണ്ട് അല്ലേ? हमें परमेश्वर ने एक उम्र रखा है. ഒരു ആയുസ് വെച്ചിട്ടുണ്ട്. हमें एक उम्र रखा है. നമുക്ക് ബർത്ത്ഡേ ഉള്ളതുപോലെ തന്നെ हमें जैसा जन्मदिन है, നമ്മളെ ഈ ഭൂമിയിൽ നിന്ന് വിളിക്കുന്ന ഒരു ദിവസമുണ്ട്. हमें इस पृथ्वी से बुलाने वाला एक दिन है, ഒരു ഡേറ്റ് വെച്ചിട്ടുണ്ട്. एक डेट है. എല്ലാവരുടെയും ആഗ്രഹം നമ്മൾ മരിക്കുന്നതിന് മുമ്പേ കർത്താവ് വരണമെന്നാ. सबका इच्छा है कि हम मरने से पहले परमेश्वर के കഴിഞ്ഞ आगमन हो. ദിവസം ഒരു ദേവദാസനോട് ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, पिछले दिन एक परमेश्वर के दास से पूछा, उसने कहा ഈ മരിക്കുന്ന കാര്യം ഓർക്കുമ്പോൾ ഒരു പേടിയാ. कि मरने के बारे में एक बात डरता है. അതിനു മുമ്പ് കർത്താവ് എന്നാ മരിക്കാതെ പോകാമല്ലോ. उससे पहले अगर परमेश्वर है तो बिना मरे जाएंगे. പക്ഷെ അങ്ങനല്ല കേട്ടോ. लेकिन वैसा नहीं. ഓരോരുത്തരെ കുറിച്ച് ദൈവം ഒരു ഡേറ്റ് വെച്ചിട്ടുണ്ട്. हर एक के ऊपर परमेश्वर की डेट रखा है. കർത്താവ് വെച്ചിട്ടുണ്ട്. परमेश्वर ने रखा है. പിശാചിന്റെ ആഗ്രഹം शैतान का इच्छा ആ ഡേറ്റിന് മുമ്പേ നമ്മളെ കൊണ്ടുപോകണമെന്നാ. कि उस डेट से पहले हमें ले जाना है. പിശാചിന്റെ ആഗ്രഹം शैतान का इच्छा ഇന്ന് നമ്മളെ തട്ടിക്കളയണമെന്നാ. आज हमें मार दे. ദൈവം ഒരു ഡേറ്റ് വെച്ചിട്ടുണ്ട്. परमेश्वर ने एक तारीख रखा है. ശ്രദ്ധിച്ചോണേ. ഹല്ലേലൂയ. ദൈവം വെച്ച ഡേറ്റിന് മുമ്പേ परमेश्वर ने रखा हुआ तारीख से पहले സാത്താൻ നമ്മളെ തകർക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ, शैतान हमें अगर नाश करने को देखता है, സാത്താൻ തകർക്കാൻ ശ്രമിക്കുമോ? शैतान कोशिश करेगा क्या? ശ്രമിക്കുന്നേ. യോബിന്റെ വീട്ടിൽ ഒറ്റ ദിവസം 10 മക്കളെ ഒന്നിച്ച് ആരാ കൊന്നത്? ആരാ കൊന്നത്? സംശയമുണ്ടോ? എങ്ങനെ ചത്തത്? അയ്യോ, വീട് ഇടിഞ്ഞു വീണ്. നല്ല മരണമാണോ? ആണോ? അയ്യോ, നമ്മൾ ചോദിക്കാം, അയ്യോ അത്ര ഭക്തനായ ഒരു മനുഷ്യന്റെ കുഞ്ഞുങ്ങൾ എങ്ങനെ ഇങ്ങനെ മരിച്ചത്? സാത്താൻ തകർത്തതാ കേട്ടോ. ഹല്ലേലൂയ. പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. आयुब के घर में हम देखते हैं एक ही दिन में 200 സാത്താൻ बच्चे मर തകർക്കാൻ गए. വെല്ലുവിളിക്കുമ്പോൾ, सातान जब हमें चुनौती देता है, ദൈവത്തിന്റെ സമയമല്ലെങ്കിൽ, अगर परमेश्वर का समय नहीं है तो, ദൈവത്തിന്റെ ടൈമിംഗ് അല്ലെങ്കിൽ, अगर परमेश्वर का समय नहीं है तो, ദൈവം ചില ദൈവമക്കളെ തട്ടി വിളിക്കും. कि परमेश्वर कुछ परमेश्वर के बच्चों को बुलाएगा. ഒരു അതോറിറ്റി തന്നിട്ടുണ്ട്. तुझे एक अधिकार दिया है. ഇന്ന വ്യക്തിക്കെതിരെ പിശാചിന് പദ്ധതി ഒരുക്കുന്നുണ്ട്. इस व्यक्ति के ऊपर शैतान ने നീ ആത്മാവിൽ ചവിട്ടി തുടങ്ങിക്കോളാൻ പറയും. तू आत्मा में उसे कुचल. നീ അധികാരത്തോട് കൽപ്പിക്കാൻ പറയും. तू अधिकार से बातें कर. മരണം വഴിമാറാൻ നീ കൽപ്പിക്കാൻ പറയും. मृत्यु को हटने के तू आज्ञा दे. നീ അധികാരത്തോട് കൽപ്പിക്കുമ്പോൾ तू अधिकार से जब आज्ञा दे, ആ വ്യക്തിയെ നോട്ടമിട്ട പിശാച് വാലും ചുരുട്ടി ഓടുമെന്ന്. और जो उस व्यक्ति पे जो दृष्टि रहेगा शैतान वहां से भागेगा. എത്രയോ പ്രാവശ്യം कितनों बार നിങ്ങളുടെ പ്രാർത്ഥനകൾ പലരുടെ മരണത്തെ തട്ടി മാറ്റിയിട്ടുണ്ട് അറിയാമോ? आपके प्रार्थना कितने लोगों की मृत्यु को हटाया है. പ്രാർത്ഥിക്കണം കേട്ടോ, പ്രാർത്ഥിക്കണം. आपको प्रार्थना करना है. നിങ്ങൾക്ക് ദൈവം ഒരു ബർഡൻ തരികയാണ്. अगर आपको एक बोझ दे रहा ആ है, ദൈവവൈദ്യന് വേണ്ടി പ്രാർത്ഥിക്കാൻ उस पर परमेश्वर के बच्चे എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിച്ചോണം കേട്ടോ. उठ के बैठ के प्रार्थना करना. ശത്രുവിന്റെ പദ്ധതികളെ ദൈവം തോൽപ്പിക്കുമെന്ന് शत्रु के योजना को परमेश्वर हराएगा. അതോറിറ്റി തന്നിരിക്കുക. अधिकार दिया है മരണത്തെ മാറ്റുവാൻ, मृत्यु को हटाने का, രോഗത്തെ മാറ്റുവാൻ. बीमारी को हटाने का. ഇനി ഏതെങ്കിലും ഒരു കേസിൽ अभी कोई भी एक समस्या ദൈവം में ആർക്കും വെളിപ്പെടുത്തിയില്ല. परमेश्वर किसी को प्रकट नहीं किया, അപ്പൊ മനസ്സിലാക്കിക്കോണം, तब समझना है ദൈവത്തിന്റെ സമയമായിരുന്നു. परमेश्वर समय हुआ. ദൈവത്തിന്റെ അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? ഹല്ലേലൂയ. ആരോടും പറഞ്ഞില്ല, കാരണം വിളിക്കേണ്ട സമയമായി. तो परमेश्वर ने किसी को बताया नहीं कि बुलाने का समय हुआ. ദൈവം അങ്ങ് വിളിച്ചു. परमेश्वर ने बुलाया. വിളിച്ചു കഴിഞ്ഞാ നമ്മൾ മനസ്സിലാക്കിയത്, बुलाने के बाद हमें पता चला എന്റെ പപ്പ മരിച്ചപ്പോഴേ जब पासवान के पिताजी गुजर गया, ഞങ്ങളുടെ പാസ്റ്റർ വെളിയിലായിരുന്നു, വിസിറ്റിങ്ങിന് പോയേക്കുമായിരുന്നു. पास्टर विजिटिंग के लिए गया हुआ था. അപ്പൊ എനിക്കൊരു സങ്കടം ഉണ്ടായി. तो पास्टर के അയ്യോ, दुख था. പാസ്റ്റർ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ പപ്പായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നല്ലോ എന്ന്. अगर पास्टर रहता तो पापा के लिए प्रार्थना करता था.
അപ്പൊ ദൈവം എന്നോട് പറഞ്ഞു, तो परमेश्वर ने कहा, അവനെ സമയമായതുകൊണ്ട് കുറച്ചു നേരത്തേക്ക് ഞാൻ പാസ്റ്ററെ മാറ്റി നിർത്തിയതാണ്. तो समय हुआ बोल के पासवान को कुछ समय के लिए दूर रखा था, കാരണം വിളിക്കേണ്ട സമയമായി. क्यों बुलाने का समय हुआ. ഇനി ആർക്കും വെളിപ്പാടൊന്നും കൊടുക്കത്തില്ല, പ്രാർത്ഥിച്ച് നിർത്താൻ സമ്മതിക്കത്തില്ല, എടുക്കേണ്ട സമയമായി. अभी किसी को प्रकाशन नहीं देगा, उसे बुलाने का समय हुआ. ശരിയാണോ ഞാൻ പറയുന്നത്? सही है कि नहीं. ഹലോ ഹല്ലേലൂയ. എനിക്ക് വലിയ സങ്കടമായിരുന്നു പപ്പ മരിച്ചപ്പോൾ. पास्टर को बहुत दुख था, पापा गुजर गया. ഞാൻ പപ്പായുടെ ഡെഡ് ബോഡിക്ക് അടുത്തേക്ക് ഓർത്ത് ഒന്ന് ഉയർപ്പിക്കാൻ പ്രാർത്ഥിച്ചാലോ എന്നൊക്കെ ഞാൻ ആലോചിച്ചു. तो पास्टर सोचा वापस से जिगाने का प्रार्थना करूं. പിന്നെ കർത്താവ് എന്നോട് പറഞ്ഞു, फिर परमेश्वर ने നീ कहा, വിളിച്ചാലും പപ്പ തിരിച്ചു വരത്തില്ല. तू बुलाएगा तो पापा वापस नहीं आएगा. കാരണം പപ്പ അവിടെ ഭയങ്കര സന്തോഷത്തില്ല. कि पापा बहुत आनंद है. എന്തിനാ ഈ നരകം പിടിച്ച ഭൂമിയിലേക്ക് തിരിച്ചു വിളിക്കുന്നത്? क्यों ये नाशिर वाला पृथ्वी वापस से बुला रहे हैं. മണ്ടത്തരമല്ലേ? ആണോ? वो एक बेवकूफी है. നമ്മൾ വൺസ് ഈ ഭൂമി വിട്ടു കഴിഞ്ഞാലുണ്ടല്ലോ, एक बार हमें पृथ्वी छोड़ेगा तो ആരും തിരിച്ചു വരത്തില്ല. हमें से कोई भी वापस लौट के नहीं आएगा. അവരൊക്കെ ഇവിടെ ഉണ്ടാകാൻ നമ്മൾ ഒരേ കർത്താവ് അവരൊക്കെ അവരെ ഇങ്ങ് എളുപ്പം കൊണ്ടുവരാൻ പറയും. ഓ, तो वो बोले कि हमारा जो जीवित जो यहाँ उन सबको यहाँ जल्दी ले आओ. അതൊരു വല്ലാത്ത വചനമായി പോയല്ലോ അല്ലേ? ഈ വചനം കേട്ടാലും പേടിക്കണ്ട കേട്ടോ. ഹല്ലേലൂയ. സ്വർഗ്ഗം അത്ര അനുഗ്രഹിക്കപ്പെട്ട സ്ഥലം. सब उतने आशीषित से भरा है. ഭൂമി ഒന്നുമല്ല കേട്ടോ. पृथ्वी कुछ भी नहीं है. ദൈവമക്കളെ ഒരു കാര്യം പറഞ്ഞ് ഞാൻ നിർത്താൻ പോകുകയാണ്. आपको एक बात बोल के रुकता हूं. ഹല്ലേലൂയ. മരണത്തെ ചവിട്ടി മാറ്റാനുള്ള അധികാരം നമ്മുടെ മേൽ നിക്ഷേപിച്ചിട്ടുണ്ട്. कि मृत्यु को आज्ञा के हटाने का अधिकार हमें दिया है. അധികാരം നിക്ഷേപിച്ചിട്ടുണ്ട്. कि बीमारी को हटाने का अधिकार हमें दिया. ഹല്ലേലൂയ ഹല്ലേലൂയ. 2006-7 വർഷങ്ങളിൽ നടന്നൊരു സംഭവം. 2006-7 में हुआ एक घटना. ദൈവത്തിന്റെ ആത്മാവ് ഒരു വർഷം മുമ്പ് എനിക്കൊരു ഡേറ്റ് തന്നു. कि परमेश्वर के आत्मा 1 साल पहले एक डेट दिया. ആ ഡേറ്റിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. बोले उस डेट के लिए प्रार्थना ഒരു करो. വർഷം മുഴുവൻ ആ ഡേറ്റിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. 1 साल पूरा उस डेट के लिए प्रार्थना किया. ആ ഡേറ്റ് വന്നു. वो डेट आया. സാധാരണ പോലെ രാവിലെ ദിവസം കടന്നുപോയി. साधारण कैसे सुबह निकल गए. വൈകിട്ട് ഒരു മീറ്റിംഗിൽ ഞാൻ ഇരിക്കുമ്പോൾ शाम को एक मीटिंग में जो बैठा था, ദൈവാത്മാവിനോട് പറഞ്ഞു, परमेश्वर की आत्मा ने ഇന്ന് कहा, രാത്രി നിന്റെ ജീവനെ ഞാൻ എടുക്കാൻ പോവാ. रात को तेरा जीवन उठाने वाला है. ഞാൻ പറഞ്ഞു, കർത്താവ് ഞാൻ വരാൻ റെഡിയാ. बोला मैं आने को तैयार हूँ. ഞാൻ എന്റെ ഭാര്യ എന്റെ കുഞ്ഞുങ്ങളെയൊക്കെ കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിച്ചു. बोला पत्नी और बच्चों को परमेश्वर के हाथ में सौंप दिया. റെഡിയായി ഞാൻ പ്രാർത്ഥിക്കുക. बोला कि आने के ഇന്ന് तैयार രാത്രി ഞാൻ പോവുക. आज रात को जा रहा है. ഹല്ലേലൂയ. സത്യം പറയുമ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവ് ഞാൻ വരാൻ റെഡിയാ. बोला मैं आने को तैयार हूँ. മധ്യസ്ഥ പ്രാർത്ഥന നടക്കുമ്പോൾ कि जब बिछुआई की प्रार्थना चल ആ रहा था, ചർച്ചിലെ ഒരു ആന്റി, उस चर्च का एक आंटी വസായിലുള്ള വത്സമാമ वसई में वलसमा है, മധ്യസ്ഥ പ്രാർത്ഥന നടത്തുകയാണ്. वो प्रार्थना कर रहे हैं. പ്രാർത്ഥന ഇടയ്ക്ക് പറഞ്ഞു, प्रार्थना के बीच में कहा, അസാധാരണമായ ഒരു പ്രാർത്ഥന, असाधारण प्रार्थना. കർത്താവേ ഞങ്ങളുടെ ദാസന്റെ ദൈവദാസന്റെ ആയുസ്സിനെ നീ വർദ്ധിപ്പിക്കണേ. बोला कि परमेश्वर तेरे दास का जो उम्र को तू ആന്റി बढ़ाना. പ്രാർത്ഥിക്കുക, കർത്താവേ ഞങ്ങളുടെ ദൈവദാസന്റെ ആയുസ്സിനെ നീ നീട്ടിക്കൊടുക്കണേ. ओ बहन प्रार्थना करे, हमारे परमेश्वर के दास की उम्र को तू बढ़ाना. ഞാൻ ഇന്നും വിശ്വസിക്കുന്നു. मैं आज भी विश्वास करता അന്ന് हूं. രാത്രി ആന്റിയുടെ ഇടപെടൽ എന്റെ മുൻപിൽ വന്ന് മരണത്തെ തട്ടിമാറ്റി. कि उस आंटी की जो प्रार्थना है जो सामने मृत्यु को हटाया. 2007 അപ്രോക്സിമേറ്റ്ലി ആ സമയത്തെ കാര്യം പറയുന്നത്. 2007 के അന്ന് समय മരിക്കേണ്ട പ്രായമൊന്നുമല്ല, വളരെ मरने का समय नहीं था. ഇനിയും മരിക്കേണ്ട പ്രായമായിട്ടില്ല കേട്ടോ. अभी मरने का समय नहीं കുറച്ച് हुआ. നാളുകൂടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ജീവിക്കണം, കർത്താവിനോട് വേല ചെയ്യണമെന്ന് ആഗ്രഹം. कि यीशु मसीह में जीना, उसके लिए काम करना इच्छा. ആമീൻ പറഞ്ഞാട്ട് ദൈവമക്കൾ. ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. എന്നാ എപ്പം വിളിച്ചാലും പോകാൻ റെഡിയാ. हालेलुया. ഹല്ലേലൂയ. എപ്പം വിളിച്ചാലും പോകാൻ റെഡിയാ. कभी भी जब बुलाए तो കഴിഞ്ഞ ദിവസം ന്യൂയോർക്കിൽ നിന്ന് വന്നപ്പോൾ ഫ്ലൈറ്റിൽ ഭയങ്കര ടർബുലൻസ് ഉണ്ടായപ്പോൾ എല്ലാവരും ബഹളം വെച്ചു. ഞാനിങ്ങനെ ചിരിച്ചുകൊണ്ടിരുന്നു. ഞാൻ പറഞ്ഞു, കർത്താവ് താഴെ പോയാൽ നിന്റെ കൂടെ അങ്ങ് വരും. ഹല്ലേലൂയ. ലാൻഡ് ചെയ്താൽ വീട്ടിൽ ചെല്ലും. എനിക്ക് സത്യത്തിൽ ഒരു ഭയം തോന്നിയില്ല. കാരണം എന്താ? ഹല്ലേലൂയ. നമുക്ക് എന്തിനാ പേടി അല്ലേ? ആണോ? അയ്യോ, എന്ത് സുരക്ഷയാ നമ്മുടെ ജീവിതത്തിന്. आमेन. हालेलुया. ഹല്ലേലൂയ. हालेलुया. അന്ന് രാത്രി ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ, उस रात को जब लौट के आ रहा था, സ്റ്റേഷനിൽ നിന്ന് റിക്ഷ പിടിച്ചു വരുമ്പോൾ, बांद्रा स्टेशन में रिक्शा पकड़ के आया. ഹല്ലേലൂയ, വഴി വെച്ച് ഞാൻ പറഞ്ഞു, കർത്താവ് ഇന്നൊന്നും സംഭവിച്ചില്ലല്ലോ. कि रास्ते में ഈ ദിവസത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. बोला महीनों से सालों से प्रार्थना कर. വരും എന്നൊക്കെ നീ പറഞ്ഞു, ഒന്നും സംഭവിച്ചില്ലല്ലോ. तू बोला ऐसा कुछ नहीं हुआ. എനിക്കൊരു അടയാളം വേണം. मुझे ഈ ദൂത് സത്യമാണെന്നൊരു അടയാളം വേണം. मुझे एक चिन्ह चाहिए. പ്രാർത്ഥിച്ച് 2 മിനിറ്റ് കഴിഞ്ഞില്ല. प्रार्थना करके 2 मिनट नहीं हुआ. പാട്ടൊക്കെ കഴിഞ്ഞ് നമ്മുടെ ധർമ്മക്കാട്ടയുടെ അവിടോട്ട് വരുന്ന ആ ഇടവഴിയില്, कि फाटक से धर्मकाटा के रास्ते में നിങ്ങൾക്കറിയാമല്ലോ, वन वे था. ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഒരു സ്കോർപിയോ ഭ്രാന്ത് പിടിച്ചതുപോലെ ഓടിച്ചു വന്നു. कि एक स्कॉर्पियो बहुत तेजी से आया. റിക്ഷക്കാരൻ അറിയത്തില്ല എന്താ ചെയ്യേണ്ടതെന്ന്. रिक्शा ऑटो वाले को पता नहीं ഭയങ്കര സ്പീഡില്, बहुत स्पीड. ഞാൻ ഓർത്ത് തീർന്നു. മരണം വന്ന് മുന്നിൽ നിൽക്കുക. मृत्यु आके सामने खड़ा. റിക്ഷക്കാരൻ അലറി, അലറി വിളിച്ച അയാള്. वो चिल्लाया. ഞാൻ അടയാളമാ ചോദിച്ചത് കേട്ടോ. पास्टर ने वो चिन्ह पूछा. സുന്ദരമായിട്ടൊരു അടയാളം തന്നു. परमेश्वर ने एक चिन्ह दिया. റിക്ഷയുടെ തൊട്ട് മുന്നിൽ വന്ന ഈ സ്കോർപിയോ, जो उसके ऑटो के सामने റിക്ഷ കണ്ടതെന്ന് തോന്നുന്നു. तभी वो रिक्शा वाले ने देखा. പെട്ടെന്ന് ഒരു വെട്ടീര് വെട്ടിച്ചു. उसने फटक से मोड़ा. IQT എന്ന് പറഞ്ഞൊരു ഹോട്ടൽ ഉണ്ട് അവിടെ.
वहाँ इक्विटी बोल के होटल है, ഹോട്ടലിന്റെ സൈഡിലോട്ട് അവൻ ആ സ്കോർപിയോ ഇടിച്ചങ്ങ് കയറ്റി. ഹല്ലേലൂയ. इक्विटी होटल में स्कॉर्पियो घुस गया. റിക്ഷക്കാരൻ ഇങ്ങനെ വിറച്ചോണ്ട് കുറച്ചു നേരം അവിടെ നിന്നിട്ട് ഇയാളെ രണ്ട് ചീത്ത വിളിച്ചിട്ട് പിന്നെ മുന്നോട്ട് കൊണ്ടുപോയി. ഹല്ലേലൂയ. कि वो रिक्शा वाले उधर रुक के थोड़ा देर उसको सुना के आगे बढ़ा. ഒരൊറ്റ പ്രാർത്ഥന മരണത്തെ വഴി മാറ്റിയെന്ന്. एक प्रार्थना मृत्यु को ദൈവമക്കളൊന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. ദൈവമക്കളൊന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. परमेश्वर बच्चे खड़े हो जाइए. സകലത്തിനും മേലും सारे चीजों के ऊपर, പട്ടിയുടെ മേലും പൂച്ചയുടെ മേലും മാത്രമല്ല നിനക്ക് അതോറിറ്റി ഉള്ളത്. कुत्ता बिल्ली के ऊपर ही नहीं है तुझे अधिकार. സ്വർഗ്ഗത്തിലും ഭൂമിയിലുമുള്ള സകലത്തിന്മേലും, स्वर्ग और पृथ्वी के सारे के ऊपर. അങ്ങനെയാണെങ്കിൽ നീ പ്രാർത്ഥിച്ചാൽ, ऐसे है तो तू प्रार्थना करेगा, ആത്മാവിൽ കൽപ്പിച്ചാൽ, आत्मा में वाणी दे, അധികാരത്തോട് കൽപ്പിച്ചാൽ अधिकार से कहेगा പർവ്വതങ്ങൾ മാറിപ്പോകുമെന്ന്. कि पहाड़ हट जाएगा, പർവ്വതങ്ങൾ മാറിപ്പോകുമെന്ന്. पहाड़ हट जाएगा. ചില പർവ്വതങ്ങൾ ദേശത്തുനിന്ന് മാറിപ്പോകട്ടെ. कुछ पहाड़ देशों से हट जाएगा. ദൈവരാജ്യത്തിനെതിരെ നിൽക്കുന്ന, परमेश्वर राज के विरुद्ध में जो ദൈവമക്കളുടെ അനുഗ്രഹത്തിനെതിരെ നിൽക്കുന്ന परमेश्वर के बच्चों के आशीष के विरुद्ध ചില പർവ്വതങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. पहाड़ यीशु मसीह के പ്രാർത്ഥിച്ചിട്ട് വാ തുറന്ന അധികാരത്തോടെ കരകളെ ശക്തമായി അടിച്ച് കർത്താവേ, ദേവന്മാരിൽ നിനക്കു തുല്യനായ, സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ, ഓ കർത്താവേ, ദേവന്മാരിൽ നിനക്കു തുല്യനായ, സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ, യേശുവെ പോലാരുമില്ല, ഓ യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, എന്റെ യേശുവെ പോലാരുമില്ല, സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ, ഓ സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ, മരണത്തിൻ പാശങ്ങൾ അടിച്ചു, പാതാള ഗോപുരം തകർത്തു, മരണത്തിൻ പാശങ്ങൾ അടിച്ചു, പാതാള ഗോപുരം തകർത്തു, അങ്ങേ പോലെ ആരുമില്ല, ഉയർത്തെഴുന്നേറ്റവനെ, അങ്ങേ പോലെ ആരുമില്ല, ഉയർത്തെഴുന്നേറ്റവനെ, ഓ യേശുവെ പോലാരുമില്ല, എന്റെ യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, ഓ യേശുവെ പോലാരുമില്ല, സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ, സ്വർഗത്തിലോ ഭൂമിയിലും നിനക്കു തുല്യനായ, പാപത്തിൻ കരകൾ പോക്കാൻ പാവന രക്തം ചിന്തി, പാപത്തിൻ കരകൾ പോക്കാൻ പാവന രക്തം ചിന്തി, അങ്ങേ പോലെ ആരുമില്ല, യാഗമായി തീർന്നവനെ, അങ്ങേ പോലെ ആരുമില്ല, യാഗമായി തീർന്നവനെ, ഓ യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, ഹല്ലേലൂയ, യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, സ്വർഗത്തിലോ ഭൂമിയിലും നിനക്കു തുല്യനായ, സ്വർഗത്തിലോ ഭൂമിയിലും നിനക്കു തുല്യനായ, ദൂതന്മാരിൽ ഭോജനത്തിനാൽ നിൻ ജനത്തെ പോഷിപ്പിച്ചു, ദൂതന്മാരിൽ ഭോജനത്തിനാൽ നിൻ ജനത്തെ പോഷിപ്പിച്ചു, അങ്ങേ പോലെ ആരുമില്ല, ജനത്തെ സ്നേഹിച്ചിടാൻ, അങ്ങേ പോലെ ആരുമില്ല, ജനത്തെ സ്നേഹിച്ചിടാൻ, ഓ യേശുവെ പോലാരുമില്ല, എന്റെ യേശുവെ പോലാരുമില്ല, ഹല്ലേലൂയ, യേശുവെ പോലാരുമില്ല, എന്റെ യേശുവെ പോലാരുമില്ല, സ്വർഗത്തിലോ ഭൂമിയിലും നിനക്കു തുല്യനായ, ഓ
സ്വർഗത്തിലോ ഭൂമിയിലും നിനക്കു തുല്യനായ കർത്താവേ, ദേവന്മാരിൽ നിനക്കു തുല്യനായ സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ ഓ കർത്താവേ, ദേവന്മാരിൽ നിനക്കു തുല്യനായ സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ യേശുവെപ്പോലെ ആരുമില്ല. ഓ യേശുവെപ്പോലെ ആരുമില്ല. യേശുവെപ്പോലെ ആരുമില്ല. എന്റെ യേശുവെപ്പോലെ ആരുമില്ല. സ്വർഗത്തിലോ ഭൂമിയിലും നിനക്കു തുല്യനായ ഓ സ്വർഗത്തിലോ ഭൂമിയിലും നിനക്കു തുല്യനായ മരണത്തിൻ പാശങ്ങൾ അഴിച്ചു, പാതാള ഗോപുരം തകർത്തു. മരണത്തിൻ പാശങ്ങൾ അഴിച്ചു, പാതാള ഗോപുരം തകർത്തു. അങ്ങേ പോലെ ആരുമില്ല ഉയർത്തെഴുന്നേറ്റവനായി. അങ്ങേ പോലെ ആരുമില്ല ഉയർത്തെഴുന്നേറ്റവനായി. യേശുവെപ്പോലെ ആരുമില്ല. യേശുവെപ്പോലെ ആരുമില്ല. സ്വർഗത്തിലോ ഭൂമിയിലും നിനക്കു തുല്യനായ ഓ സ്വർഗത്തിലോ ഭൂമിയിലോ നിനക്കു തുല്യനായ യേശു എന്ന നാമമേ, എന്റെ ആത്മാവിൻ ഗീതമേ. ഓ യേശു എന്ന നാമമേ, എന്റെ ആത്മാവിൻ ഗീതമേ. എൻ പ്രിയ യേശുവേ, ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുവേ. 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 പ്രഭുക്കാത്മാ हम सबके जीवन में आज कार्य किया. കർത്താവ് നമ്മളോട് എല്ലാവരോടും സംസാരിച്ചിടപെട്ടതിനായി സ്തോത്രം ചെയ്താട്ടെ. അധികാരത്തോടെ, നമുക്ക് നൽകിയ അധികാരത്തോടെ, ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും വായിൽ അധികാരം നിയമിച്ച കർത്താവിൻ്റെ പ്രവൃത്തി നാം യേശുവിൻ്റെ മക്കളാകട്ടോ. നമ്മുടെ വായിൽ അധികാരമുണ്ട്. हम यीशु के बच्चों में अपना जुबान में अधिकार है. अधिकार के साथ में जब आप आज्ञा देगा, शत्रु तो भागने वाला है, अंधकार भागने वाला है.